2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം. 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 11, 1-2, 8 മുതൽ 11 വരെ, പിന്നെ 26, 27 വാക്യങ്ങൾ. കാരണം വേദപുസ്തകം വായിക്കാത്ത ആരൊക്കെയോ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തിരുന്ന് ആരോ ഞെട്ടിയത് ഞാൻ കേട്ടു. വേദപുസ്തകം വായിക്കാത്ത ആരോ വന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് 3 ഭാഗങ്ങൾ വായിക്കണം. then after that മത്തായി സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 സാമുവേൽ 2 സാമുവേൽ ചാപ്റ്റർ 11, 2 ശമൂവേൽ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ച്. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ച് അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ശബ്ദമുയർത്തി വായിച്ച്. ഒരു നാൾ സന്ധ്യ ആകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ടെറസിന്മേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ, കമാൺ സഹോദരിമാർ മിണ്ടുന്നില്ലല്ലോ. പുരുഷന്മാർ നാണിച്ച് തലകുനിച്ചിരിക്കുക. അവർ വായിക്കുന്നില്ല വാക്യം. ഇത്രയും അസൂയുണ്ടോ? കമോൺ ഒരിക്കൽ കൂടെ. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. വേറെ 2 പേരെ കൂടെ മാത്രമേ ഈ പ്രയോഗം ബൈബിളിലുള്ളൂ. ഞാൻ വീണ്ടും പറയും. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. അവൻ്റെ ഒരു വല്ലാത്ത നോട്ടം, കണ്ണ് പൊട്ടിപ്പോകാത്തത് കൃപ. 8 മുതൽ 11 വരെ. 2 സാമുവേൽ ചാപ്റ്റർ 11, 8 മുതൽ 11 വരെ. ശബ്ദമുയർത്തി വായിച്ചേ. പിന്നെ ദാവീദ് ഊരിയാവോട് നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു. ഊരിയാവ് തൻ്റെ വീട്ടിൽ പോകാതെ യജമാനൻ്റെ സകല ഭൃത്യന്മാരോടുകൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നു. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട് നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്ന് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട് വായിച്ചേ. പെട്ടകം ഇസ്രായേലിലും യഹൂദായും കൂടാരങ്ങൾ വസിക്കുന്നു. എൻ്റെ യജമാനനായ യോവാബ് യജമാനൻ്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും ഭാര്യയുടെ കൂടെ ശയിപ്പാനും. ഒരിക്കൽ കൂടെ ഭക്ഷിപ്പാൻ, കുടിപ്പാൻ, ഭാര്യയുടെ കൂടെ ശയിപ്പാൻ. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ഭക്ഷിക്കണം, കുടിക്കണം, ശയിക്കണം. അത്രയേ ചിലർക്ക് ആഗ്രഹമുള്ളൂ. നമ്മൾ വീണ്ടും അത് കേൾക്കും. ഭക്ഷിക്കണം, കുടിക്കണം, ഭാര്യയുടെ കൂടെ ശയിപ്പാനും. വായിച്ചേ. എൻ്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണ്, എൻ്റെ ജീവനാണ്, ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. 26, 27 വാക്യങ്ങൾ വായിച്ച്. സ്തോത്രം. അതെ, നമുക്ക് ദൈവം നമ്മോട് സംസാരിപ്പാൻ വളരെ ഭയത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 26, 27 വാക്യങ്ങൾ. ഊരിയാവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെക്കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവൻ്റെ ഭാര്യയായി. അവന് ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. അണ്ടർലൈൻ ദാറ്റ്. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. നാം കേൾക്കുന്ന യദൂദിൻ്റെ തലക്കെട്ട് ഇതാണ്: ഓണറിങ് ഗ്രേസ്. മാനിക്കുന്ന കൃപ. മാനിക്കുന്ന കൃപ. ഓണറിങ് ഗ്രേസ്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മുഖംമൂടിയില്ലാതെ എല്ലാ വ്യക്തികളെക്കുറിച്ച് ഉള്ളതുപോലെ പറയും.
പാവപ്പെട്ട യവനെ നോക്കി അവൻ ചെയ്യുന്ന കുറ്റത്തെ പാപമെന്നും പണക്കാരൻ അച്ചായം ചെയ്യുന്നത് നോക്കി അത് പുള്ളിയുടെ ഒരു ബലഹീനത എന്നും കർത്താവ് ഒരിക്കലും വെള്ളയടിക്കാതെ, ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പാവപ്പെട്ട ഏതവനെങ്കിലും നോക്കി അയ്യോ അവൻ വലിയ പാപിയെന്നും, പണക്കാരനും ഇൻഫ്ലുവൻസ് ഉള്ള ഒരുത്തനെ നോക്കി അത് പുള്ളിയുടെ ബലഹീനത, അതില്ലാത്തത് ആരാ എന്ന് വൈറ്റ് വാഷ് ചെയ്യാതെ, കുറ്റത്തെ കുറ്റമെന്നും തെറ്റിനെ തെറ്റെന്നും പാപത്തെ പാപമെന്നും കോംപ്രമൈസ് ചെയ്യാതെ പറയുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ വിശ്വസ്തത എന്ന് പറയുന്നത്. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നിലനിൽക്കുന്നത് വിശ്വസ്തരായ ഏതൊക്കെയോ കുറച്ച് ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ടാണ്. മന്ത്രിസഭ നിലനിൽക്കുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആകട്ടെ, അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, സ്തോത്രം വിശ്വസ്തയോടെ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന കുറേ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ പകുതി പോലും പലപ്പോഴും ആരും ഉറങ്ങാറില്ല. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ നേരത്തെ കണ്ടതിനേക്കാൾ ആൻറ്റിയുടെ മുടി ഒത്തിരി വെളുത്തത്. എത്ര വലിയ ടെൻഷനാണ്. എല്ലാ മാസത്തിൻ്റെ 25-ാം തീയതിയാകുമ്പോൾ നമ്മുടെ BP വർദ്ധിക്കും. ആരിൽ നിന്ന് കടം വാങ്ങും? അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ധനകാര്യ മന്ത്രി എത്ര വലിയ പ്രഷറിലൂടെയായിരിക്കും അവർ പോകുന്നത്. മനസ്സിലാക്കണമേ, ഏത് പ്രസ്ഥാനമെങ്കിലും, ഏത് രാജ്യമെങ്കിലും, ഏത് ബാങ്കെങ്കിലും, ഏത് കമ്പനിയെങ്കിലും വിശ്വസ്തർ ഉള്ളത് കൊണ്ടാണ് അവർ ദൈവകൃപയാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് കാല് വെച്ച് ലെഫ്റ്റ് റൈറ്റ് എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന പോലെ ആത്മീയ ജീവിതത്തിന് ദൈവം പ്രതീക്ഷിക്കുന്ന, സ്വർഗം പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഒന്ന് വിശുദ്ധിയും മറ്റൊന്ന് വിശ്വസ്തതയും. വിശുദ്ധി അത് പ്രസംഗിക്കാനുള്ളതല്ല, വിശ്വാസത അത് പറഞ്ഞു വിടാനുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും തെളിയിക്കാനുള്ളതാണ്. വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളവനെ മാത്രമേ ദൈവത്തിന് മാനിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിനെ നിലനിർത്തുവാൻ കഴിയത്തുള്ളൂ. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, വിശ്വസ്തത അത് എഴുതാനുള്ളതല്ല, പറയാനുള്ളതല്ല, അത് ദൈവകൃപയാൽ പാലിക്കാനുള്ളതത്രേ. എബ്രായലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു ഭയങ്കര വിശ്വസ്തതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വിശ്വസ്തതയും മോശയുടെ വിശ്വസ്തതയും. യേശു എവണ്ണം വിശ്വസ്തനായിരുന്നു അതേ ലെവലിൽ തന്നെ പരിശുദ്ധാത്മാവ് കമ്പയർ ചെയ്യുന്നത് മോശയുടെ വിശ്വസ്തതയാണ്. അയ്യോ, യേശുവിനോടൊപ്പം കമ്പയർ ചെയ്യുവാൻ ഈ മോശയെക്കുറിച്ച് എങ്ങനെയാണ് കഴിയുന്നത്? സ്തോത്രം. രഹസ്യങ്ങളെ കാണുന്ന കർത്താവ് പറഞ്ഞു, എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെ കാണുന്ന കർത്താവ്, എല്ലാ ടാക്സ് കൊടുക്കുന്ന വിഷയങ്ങളെ കാണുന്ന കർത്താവ്, എല്ലാ സംഖ്യകൾ അറിയാവുന്നുള്ള കർത്താവ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ട്. രഹസ്യങ്ങളെ കാണുന്ന കർത്താവ് മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ മോശയ്ക്ക് ഒരു അങ്കി ഉണ്ടായിരുന്നു. പക്ഷേ ആ അങ്കിക്കകത്ത്, മോശയുടെ കോട്ടിനകത്ത് ഒരു കള്ളപ്പോക്കറ്റ് ഇല്ലായിരുന്നു. മോശ കൈകാര്യം ചെയ്ത സ്വത്തുണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്വത്തിനേക്കാൾ ഒത്തിരി വലുതായിരുന്നു. ഇന്ന് മോഷണമാണല്ലോ ഏറ്റവും വലിയ ഹെഡ്ലൈനായി കേരളത്തിൽ മുഴച്ചു നിൽക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് പോലും രക്ഷയില്ല. ദൈവത്തിൻ്റെ കാര്യം പോലും അടിച്ചു മാറ്റുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ മോശ കൈകാര്യം ചെയ്തത് അമ്മായിയപ്പൻ്റെ സ്വത്തല്ല, ദൈവത്തിൻ്റെ സ്വത്താണ് മോശ കൈകാര്യം ചെയ്തത്. എങ്ങനെയാണ് ഭിക്ഷക്കാരായി കിടന്നതായ ഈ ജനത്തിൻ്റെ കയ്യിൽ സ്വത്ത് വന്നത്? സങ്കീർത്തനം 105:37 പറയുന്നു, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. That was none feeble among them. അവൻ അവരെ എങ്ങനെയാണ് പുറപ്പെടുവിച്ചത്? വെള്ളിയോടും, പറഞ്ഞാട്ടെ, പൊന്നിനോടും കൂടെ. നിങ്ങൾക്ക് മനസ്സിലായില്ല? വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. There was a process took place during the time of Exodus. ആ പുറപ്പാട് കടന്നു വന്നപ്പോൾ വലിയൊരു കാര്യം നടന്നു. ഒരു വെൽത്ത് ട്രാൻസ്ഫർ സംഭവിച്ചു, ഒരു ധന കൈമാറ്റം അവിടെ സംഭവിച്ചു. സ്തോത്രം. അക്കാലത്ത് ഏറ്റവും വലിയ ധനിക രാജ്യമായ ഈജിപ്തിൻ്റെ ധനം, മിസ്രൈമിൻ്റെ ധനം പാവപ്പെട്ട ഇസ്രായേലിൻ്റെ കയ്യിൽ കടന്നു വരികയുണ്ടായി. ഇസ്രായേലിൻ്റെ കയ്യിൽ ദൈവം ആ ധനത്തെ കൊടുത്തു. സോ വെള്ളി, പൊന്ന്, വിലയേറിയ രത്നങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ആയിരിക്കുന്നത്. എന്നിട്ട് മോശ അത് സ്തോത്രം സമാഗമന കൂടാരം പണിവാനായി അത് ചോദിച്ചപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളിയും പൊന്നും സ്തോത്രം വിലയേറിയ രത്നങ്ങളും കുന്നുകൂടി ആ മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൻ്റെ
വാതിലിൻ്റെ അതേ കോണിൽ, സമാഗമന കൂടാരത്തിൻ്റെ പണിയുടെ കോണിൽ കിടക്കുകയാണ്. ഓരോ സമയത്ത് മോശ കയറി ചെല്ലുമ്പോൾ, ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതേ കള്ളപ്പോക്കറ്റിൽ എടുത്തിട്ട് പുറത്തു വന്ന ഒരു മോശയെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കൂടെ കൂടെ അവിടെ കയറി ചെന്ന് വെള്ളി ഒരു പോക്കറ്റിൽ, രത്നം ഒരു പോക്കറ്റിൽ, അത് സ്വർണ്ണം വേറൊരു പോക്കറ്റിൽ. നോ, അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, അവൻ അടിച്ചു മാറ്റിയില്ല. പറഞ്ഞാട്ടെ, അവൻ അടിച്ചു മാറ്റിയില്ല. അവൻ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽ ചാലഞ്ച് ഇതാണ്. ദൈവം നിന്നോട് ചോദിക്കുന്നു, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? Come on, hallelujah. ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ദൈവം നിന്നോട് ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ വിശ്വസിക്കാം. പിന്നെയല്ലേ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഞായറാഴ്ച ഇങ്ങോട്ട് തള്ളിയത്. നോ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല. സാത്താൻ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദുരാത്മാക്കൾ പോലും ദൈവത്തിൽ വിശ്വസിക്കുകയും നടങ്ങുകയും ചെയ്യുന്നു. നേരെ മറിച്ച് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി നൽകുവാൻ, can God trust you? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? 1 തിമോത്തിയോസ് 1:12 പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് തിമോത്തിയോസിനോട് പറയുന്നു, എന്നെ വിശ്വസ്തനെന്ന് അത് എണ്ണി ഈ ശുശ്രൂഷയെ ഫലമേൽപ്പിച്ച കർത്താവ്. എൻ്റെ ഗ്ലാമറല്ല, എൻ്റെ പഠിത്തമല്ല, എൻ്റെ ഇൻ്റലക്ച്വൽ നോളജ് അല്ല, എൻ്റെ ധനമല്ല, വേറെ ഒന്നുമല്ല. പറഞ്ഞാട്ടെ, എന്താണ്? എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. ശബ്ദമുയർത്തി പറഞ്ഞേ, എന്നെ പലർക്കും ഇത് പറയാൻ പ്രാഗൽഭ്യമില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്നെ വിശ്വസ്തനെന്നെണ്ണി സകല കറപ്ഷനും അവിശ്വസ്തതയും ദൈവസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ നിൽക്കുന്നത് കമ്മീഷൻ എടുക്കാനല്ല, ഞാൻ നിൽക്കുന്നത് അടിച്ചു മാറ്റാനല്ല. എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ, കമോൺ, അപ്പൻ വിശ്വസ്തനെങ്ങാണോ മക്കളും അതുപോലെയാണ്. എന്നിൽ വർക്ക് ചെയ്യുന്നത് സംഘടനയുടെ DNA, RNA അല്ല. എന്നിൽ ചലിക്കുന്നത് സ്പിരിച്വൽ DNA ആണ്. എൻ്റെ അപ്പൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ. കമോൺ പീപ്പിൾ, ഞാനും വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കുന്ന പോലെ ഞാനും വിശ്വസ്തനാണ്. കമോൺ, ജീവനുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഈ കൈ ഉയർത്താൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. രാവിലെ കണ്ണ് തുറക്കാൻ പറ്റുന്നു. നിന്നെക്കാൾ കഴിച്ച ഒത്തിരി പേര് കണ്ണടഞ്ഞപ്പോൾ ഈ നല്ല ഞായറാഴ്ച കണ്ണ് തുറക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നന്ദിയുള്ളവരായിരിക്കുക. കമോൺ, നന്ദിയുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. പലർക്ക് കൈ ഉയർത്താൻ കഴിഞ്ഞില്ല, പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ നിനക്ക് കൈ ഉയർത്താൻ പറ്റി. പലർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ആരൊക്കെ വീട്ടിൽ നിലവിളിച്ചു വന്ന താങ്ങിയാണ് എഴുന്നേൽപ്പിച്ചത്, പക്ഷെ നിന്നെ ആരെയും താങ്ങാതെ, ഒന്നിനും തടുക്കാൻ കഴിയാതെ ഈ നല്ല ഞായറാഴ്ച നീ എഴുന്നേറ്റ് നിന്നപ്പോൾ പലരുടെ ബാലൻസ് പോയി. നിന്റെ ബാലൻസ് പോയില്ല. ആരോ നിന്നെ കുളിപ്പിച്ചതല്ല, നീ കുളിച്ചതാണ്. ആരോ നിന്നെ ബ്രഷ് ചെയ്യിപ്പിച്ചതല്ല, നീ തന്നെ ബ്രഷ് ചെയ്തതാണ്. പലർക്കും ചായ കുടിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി ഉപ്പാണോ മധുരമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പറയണം ആഹാരം കഴിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ടേസ്റ്റി ബഡ്, അതേ വളരെ കൃത്യമായി സ്തോത്രം വർക്ക് ചെയ്യുന്ന ദൈവജനത്തിനായി സ്തോത്രം. പലർക്ക് ഉടുക്കാൻ കഴിഞ്ഞില്ല. ആരോ ഉടുപ്പിച്ചതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ആരോ നിന്നെ ഉടുപ്പിച്ചില്ല, നീ തന്നെ ഉടുത്ത് ദൈവകൃപയാൽ കടന്നു വന്ന് ആൻഡ് സോ ഓൺ. ഇത്രത്തോളം നീ എത്തിയെങ്കിൽ, ഇത്രത്തോളം ആയെങ്കിൽ, ഇത്രത്തോളം വന്നെങ്കിൽ അത് നിന്റെ കഴിവല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. കുട്ടികൾ ഉൾപ്പെടെയുള്ള നന്ദിയുള്ളവരായിരിക്കും മക്കളെ. കൈയടിക്ക്. നന്ദിയില്ലാത്തവന്മാരെല്ലാം വീട്ടിൽ പോ. ഹല്ലേലൂയ. നിന്റെ അപ്പൻ അധ്വാനിക്കാൻ അതേ ആരോഗ്യം കൊടുത്തവൻ, നിന്റെ നല്ലൊരു അമ്മയെ തന്നവൻ, വിദ്യാഭ്യാസം തന്നവൻ, സ്കൂൾ തന്നവൻ, കോളേജ് തന്നവൻ, ബുദ്ധി തന്നവൻ, ഓർമ്മശക്തി തന്നവൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവസഭ നിലനിൽക്കുന്നത് വിശ്വസ്തതയുള്ള ആരൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെയല്ല. ഇന്നലെ നല്ല അഴുക്കായിരിക്കും, പൊടിയായിരിക്കും, പക്ഷേ ആരോ ഇന്ന് രാവിലെ വന്നത് ക്ലീൻ ചെയ്തു. ഈ ഹാൾ ഇങ്ങനെയല്ല. സ്തോത്രം. ഈ ഹാൾ ആരോ തുടച്ചു, ആരോ സ്തോത്രം ക്ലീൻ ചെയ്തു. ഇവിടെ കസേരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയായിരുന്നു, പക്ഷേ ആരോ നേരത്തെ വന്ന് സ്തോത്രം അതേ ഓർഡറായിട്ടു. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ആ ടോയ്ലറ്റ് ഭയങ്കര നാറ്റമായിരുന്നു, പക്ഷേ ആരോ വന്ന് കഴുകി, അതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. സൗണ്ട് സിസ്റ്റം ഇങ്ങനെ ഇല്ലായിരുന്നു, ആരോ വന്ന് ഓൺ ചെയ്ത്
വളരെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്തു. യെസ്, സ്തോത്രം, അതിന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വ്യക്തികൾ ഈ ദൂത് കേൾക്കുവാൻ തക്കണം ഒരു മീഡിയ ടീമുണ്ട്. നമ്മളെക്കാൾ നേരത്തെ അവൻ ഉണർന്നു, നമ്മളെക്കാൾ കൂടുതൽ ദൂരം അവർ യാത്ര ചെയ്ത് ദൈവകൃപയാൽ കടന്നു വന്നു. അതിന് പ്രതിഫലമുണ്ട്. ഓ കമാൺ, ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിയട്ടെ, വിശ്വസ്തരായിരിക്കുന്ന ആരൊക്കെ കൊണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സഭ നിലനിൽക്കുന്നതും ശുശ്രൂഷ ദൈവകൃപകൾ മുന്നിലേക്ക് പോകുന്നത്. ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സീസണിൽ നമ്മളിങ്ങനെ സ്തോത്രം അതെ അനലായിരിക്കും, ചൂടുള്ളവരായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കുളിരായി പോകും. ദാറ്റ് മീൻസ് തണുത്ത് പോകും. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരിക്കൽ നമ്മൾ മലയിലാണ്, പിന്നെ നമ്മൾ ആഴത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ചൂടായിരിക്കും, പിന്നെ നമ്മൾ തണുത്ത് പോകും. കാരണം ഈ ജയത്തിന്മേൽ ജയം കാണുമ്പോൾ, സക്സസ്സിന്മേൽ സക്സസ് കാണുമ്പോൾ, അങ്ങ് ജയത്തിൽ തന്നെ അങ്ങ് ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ കെയർലെസ് ആകും. ഈ ജയം അങ്ങ് തലയ്ക്ക് പിടിക്കുമ്പോൾ ചാമ്പ്യന്മാർ പോലും തോറ്റുപോകും. ആർക്കും മനസ്സിലായില്ല. ജയം അങ്ങ് തലയ്ക്ക് പിടിക്കുമ്പോൾ, സക്സസ് അങ്ങ് തലയ്ക്ക് പിടിക്കുമ്പോൾ ചാമ്പ്യന്മാർ പോലും പലപ്പോഴും തോറ്റുപോകും. അങ്ങനെ ഒരു ചാമ്പ്യനെ കുറിച്ച് ഞാൻ പറയട്ടെ. 3 വ്യക്തിത്വങ്ങളാണ് എനിക്ക് മുൻപിൽ പറവാൻ കഴിയുന്നത്. ഒന്നാമത് ഒരു ചാമ്പ്യൻ്റെ പതനമാണ്. അവനെ ട്രെയിൻ ചെയ്തത് അപ്പുറത്തെ സാറല്ല, പ്രൊഫസറല്ല, അവൻ്റെ കോച്ച് കർത്താവായിരുന്നു. കമാൺ, കർത്താവ് അവനെ ആ വനത്തിലിട്ട്, ആ മരുഭൂമിയിലിട്ട് കർത്താവ് അവനെ പരിശീലിപ്പിക്കുകയാണ്. ഐ പ്രൊഫസർ ഇൻ ജീസസ് നെയിം. ഇതിനകത്തിരിക്കുന്ന പലതിനെ ദൈവം വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം തന്നെ നിന്നെ പരിശീലിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. യു ആർ ദ ട്രെയിനിങ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. കാരണം അവനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, 2 ശമൂവേൽ 7:8 വായിക്കുമ്പോൾ, സ്തോത്രം, ഇസ്രായേലിൻ്റെ ആ വനാന്തരത്തിലുള്ള ആ മരുഭൂമിയിലുള്ള പുൽപ്പുറങ്ങളിൽ വെച്ചാണ് ഇവനെ കണ്ടത്. പുൽപ്പുറങ്ങളിൽ വെച്ച് ഇവനെ കണ്ട്. സ്തോത്രം. കാരണം ഇവൻ ദൈവത്തെ തേടുകയാണ്. ചെറുക്കനാണ്, 8ാമത്തെ ചെറുക്കനാണ്. ഇശായിയുടെ 8ാമത്തെ ചെറുക്കനാണ്. സ്തോത്രം. 8 പുതിയ തുടക്കങ്ങളെ സംഖ്യയാണ്. സ്തോത്രം. അവനെ നോക്കിയാൽ അവൻ്റെ നിറം സഹോദരന്മാരെ പോലെയല്ല. സഹോദരന്മാരെല്ലാവരും ഏഷ്യൻ നിറമാണ്. പാലസ്റ്റൈൻ എന്ന് പറയും, മറ്റേ ഇസ്രായേൽ ദേശം. സ്തോത്രം. പാലസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ മറ്റോമാർ പറയും ഞങ്ങളെന്ന്. മിണ്ടിപ്പോവല്ല. സ്തോത്രം. അതെ, അതുകൊണ്ട് അവൻ്റെ സഹോദരന്മാർ എല്ലാവരും ഏഷ്യൻ നിറത്തിലാണ്. പക്ഷേ ഇവൻ്റെ നിറം നോക്കുമ്പോൾ ഏഷ്യൻ നിറമല്ല. ഇവൻ്റെ അമ്മ യൂറോപ്യൻ സൈഡായതുകൊണ്ട് ഇവൻ്റെ നിറം കുറച്ചുകൂടെ ബ്രൈറ്റാണ്, യൂറോപ്യനാണ്. ഇവൻ്റെ തലമുടി, സ്തോത്രം, യൂറോപ്യൻ ചായവാണ്, കുറച്ച് ബ്ലോണ്ടാണ്. ഇവൻ്റെ കണ്ണ് സഹോദരന്മാരെ പോലെയല്ല. ഞാൻ ആവർത്തിക്കുന്നു, അവൻ്റെ നിറം, അവൻ്റെ തലമുടി, അവൻ്റെ കണ്ണ് അവൻ്റെ സഹോദരന്മാരെ പോലെയല്ല. സ്തോത്രം. വ്യത്യസ്തനാണ്. ആ വീട്ടിൽ അവൻ വ്യത്യസ്തനാണ്. ആ വീട്ടുകാരെ പോലെ ഇരുന്നെങ്കിൽ അവൻ കംഫർട്ട് സോണിൽ അവൻ ഇരുന്നേനെ. പക്ഷേ അവൻ വീട്ടുകാരെ പോലെയല്ല, അവൻ വ്യത്യസ്തനാണ്. ഞാൻ ഒരു കാര്യം പറയാം, പലരും നിന്നെ വെറുത്തത് നീ അവരെ പോലെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ മിണ്ടിയില്ല. ചിലർ പറയുന്ന, കർത്താവെ ഇങ്ങനെയല്ലായിരുന്നു നീ എന്നെ സൃഷ്ടിക്കേണ്ടിയിരുന്നത്, ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ സ്തോത്രം എന്നെ നിർത്തിയിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഹൈറ്റും സ്തോത്രം ഋഷി സുനേക്കിൻ്റെ അതേ വെയിറ്റും എനിക്ക് ഫിക്സ് ചെയ്ത് ഞാൻ എന്നത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്യുമായിരുന്നു. ഈ മുടി എനിക്കിഷ്ടമല്ല കർത്താവെ, ഈ മുടി കൊള്ളത്തില്ല, ഈ മുടി കൊള്ളത്തില്ല. കുറച്ചുകൂടെ നല്ല കേളി, നല്ല തിക്കായിട്ടുള്ള ഹെയർ, ഒരിക്കലും നിലത്ത് വീഴാത്ത ഒരു ഹെയർ, ആ സിസ്റ്റമായിരുന്നു എനിക്ക് വേണ്ടിയത്. എൻ്റെ ഈ ഇന്ത്യൻ മോക്ക് എനിക്കിഷ്ടമല്ല. ഇനി കുറച്ചുകൂടെ നീളമുള്ള ആനയുടെ കൊമ്പ് പോലെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ആ മോക്കായിരുന്നു എനിക്കിഷ്ടമുള്ളത്. ഇത്ര തള്ളി നിൽക്കുന്ന ഉണ്ടക്കണ്ണ് എനിക്കിഷ്ടമല്ല കർത്താവെ. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ എന്നെ ഉണ്ടക്കണ്ണൻ എന്ന് വിളിക്കുന്നു കർത്താവെ. അതുകൊണ്ട് സ്തോത്രം, ഇത്ര തള്ളി നിൽക്കാത്ത അതേ നല്ല മനോഹരമായ മയിൽപ്പീലി പോലെയുള്ള കണ്ണായിരുന്നു കർത്താവെ എനിക്കിഷ്ടം. സ്തോത്രം. എനിക്ക് ഈ കളർ ഇഷ്ടമല്ല കർത്താവെ. മറ്റേ എനിക്കിഷ്ടപ്പെട്ടതായ ആ സ്റ്റാറിനെ പോലെയുള്ള ആ സിനിമ നടനെ പോലെ ഉള്ള നല്ല കാന്തിയുള്ള നല്ല സ്കിന്നായിരുന്നു എനിക്കിഷ്ടം. എന്നാൽ എൻ്റെ ദൈവം പറയും, എൻ്റെ പൊന്നു മോനെ, നിൻ്റെ തൊലി കണ്ടിട്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്.
ഹല്ലേലൂയ. വെറുക്കുന്നവരുടെ ലോകത്ത്, തള്ളുന്നവരുടെ ലോകത്ത്, കരയിപ്പിക്കുന്നവരുടെ ലോകത്ത്, മാറ്റി നിർത്തുന്നവരുടെ ലോകത്ത് നിൻ്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. നിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം കണ്ടിട്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. അതായിരുന്നു ആ കാലഘട്ടം. സ്തോത്രം. പദവിയും സിംഹാസനവും രാജദണ്ഡും കിരീടമുള്ള ശൗല ദൈവത്തെ തള്ളിയപ്പോൾ, പദവിയും സാഹചര്യമുള്ള ശൗല ദൈവത്തെ തള്ളിയപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം മറുപടി കിട്ടിയാൽ ഞാൻ കൈയടിക്കാം എന്നല്ല, ഞാൻ ഉപവസിച്ച വിഷയത്തിന് മറുപടി വന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കാമെന്നല്ല, ഞാൻ ചോദിക്കുന്നത് പോലെ എല്ലാം പാർസലിൽ ഇങ്ങനെ കടന്നു വന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ കാണുമെന്നല്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിലും, ഞാൻ കാത്തിരിക്കുന്ന വിഷയങ്ങൾ നടന്നില്ലെങ്കിലും, പല വാതിലുകൾ അടഞ്ഞെങ്കിലും, അടഞ്ഞ വാതിൽ മുൻപിലും ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. കാരണം എനിക്ക് തുറന്ന ഒരു സ്വർഗമുണ്ട്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യം നോക്കിയല്ല ഞാൻ ആരാധിക്കുന്നത്, വിടുതൽ കിട്ടിയത് കൊണ്ടല്ല ഞാൻ ആരാധിക്കുന്നത്, മറുപടി കിട്ടിയത് കൊണ്ടല്ല ഞാൻ കൈയടിക്കുന്നത്. സ്തോത്രം. എന്നെ ദൈവം അതേ ചോദിച്ച കാര്യങ്ങളിലെല്ലാം കൃത്യമായി ലഭിച്ചത് കൊണ്ടല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. പകരം നീ എൻ്റെ ദൈവമാണ്, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുക. കം ഓൺ. ആരെങ്കിലും ഉണ്ടോ ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ മക്കളെ. അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുക. മഹോന്നതനായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയാണ്. ഭൂമിയിൽ കർത്താവിൻ്റെ കണ്ണ് ഊടാടി നടക്കുമ്പോൾ കൊട്ടാരവും സിംഹാസനവും പദവിയും ചെങ്കോലും കിരീടമുള്ളവൻ ദൈവത്തെ തള്ളി ജീവിക്കുന്ന കാലത്ത് ആരും കാണാത്ത, പ്ലാറ്റ്ഫോമില്ല, ഇൻ്റർനെറ്റില്ല, യൂട്യൂബില്ല, മൈക്കില്ല, സ്ഥാനമില്ല, പേരില്ല, നോട്ടീസില്ല, ഫ്ലെക്സ് ബോർഡില്ല. സ്തോത്രം. രഹസ്യ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു മിനിറ്റ് ദൈവത്തെ തേടുന്നു. ഹല്ലേലൂയ. ദൈവത്തെ തേടുന്നു. ചിലർക്ക് മൈക്കുണ്ടെങ്കിലേ ആരാധന വരത്തുള്ളൂ, ചിലർക്ക് 4 പേരെ കണ്ടാൽ ആരാധന വരത്തുള്ളൂ. പക്ഷെ ആരും കാണാത്ത സമയത്ത് രഹസ്യ മണ്ഡലത്തിൽ യേശുവിൻ്റെ നിന്റെ യഥാർത്ഥ ആത്മീയത വെളിപ്പെടുന്ന സൺഡേ അല്ല, നിന്റെ യഥാർത്ഥ ഭക്തി വെളിപ്പെടുന്നത് ചർച്ചിൽ വരുമ്പോഴല്ല. ആരോട് പറയാൻ? നിന്റെ യഥാർത്ഥ ഭക്തി വെളിപ്പെടുന്ന ചർച്ച വരുമ്പോഴല്ലോ. നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ദാവീദ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ആ ചെറുക്കൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ഇടയ ചെറുക്കനാണ്, കാട്ടിലാണ്, പക്ഷെ അവൻ ദൈവത്തെ തേടി. കരങ്ങളെ ഉയർത്തി ദൈവത്തെ തേടുന്നവർ ഹല്ലേലൂയ പറ. ദൈവത്തെ തേടിയപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ ഇപ്പം നീ ഒറ്റയ്ക്ക് നടക്കണ്ട, അങ്ങനെ നീ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കണ്ട. അപ്പന് നിന്നെ ഇഷ്ടമില്ലായിരിക്കും, അമ്മ ഇഷ്ടമില്ലായിരിക്കും, വീട്ടിൽ ചേട്ടന്മാർക്ക് ആർക്കും നിന്നെ ഇഷ്ടമില്ലായിരിക്കും, കാരണം നീ അവരെ പോലെയല്ല. എന്നാൽ കുട്ടി, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അവരുടെ ഒരു കാർബൺ കോപ്പി ആക്കാനല്ല, പകരം അവർക്കാർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എനിക്ക് നിൻ്റെ ലൈഫിലൂടെ പുറത്തെടുക്കുവാനുണ്ട്. യെസ് 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 യെസ്. ഹല്ലേലൂയ. നിനക്ക് പോലും ചിന്തിച്ചെത്തിപ്പെടുവാൻ, നിനക്ക് പോലും ചിന്തിപ്പാൻ കഴിയാത്ത ഒത്തിരി കാര്യം എനിക്ക് നിന്നിലൂടെ പുറത്തെടുക്കുവാനുണ്ട്. നീ എനിക്ക് വേണ്ടി നിന്നാൽ മാത്രം മതി. ആരോടാ ഞാൻ ഇന്ന് പകൽ പറയുന്നത്? നീ നിൽക്കേണ്ടത് ഉപദേശത്തിനല്ല, നീ നിൽക്കേണ്ടത് ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല, നീ നിൽക്കേണ്ടത് കർത്താവിന് വേണ്ടി. നീ എനിക്ക് വേണ്ടി നിന്നാൽ മാത്രം മതി. ആരാ ബോസ് എന്ന് ഞാൻ തെളിയിക്കും. Oh, come on. ഒരിക്കൽ കൂടെ, ആരാ ബോസ്, ആരാ നിന്റെ ബോസ് എന്ന് ഞാൻ നിന്നിലൂടെ തെളിയിക്കും. നിന്റെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഈ പട്ടണം ഞെട്ടലോടെ കാണുവാൻ വേണ്ടി പോകുകയാണ്. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ, നീ എനിക്ക് വേണ്ടി നിന്നാൽ മാത്രം മതി. നീ ഒരു മിറർ പോലെയാണ്, മിറർ പോലെയാണ്. ദൈവത്തിൻ്റെ എബിലിറ്റി, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ പ്രവാഹം, ദൈവത്തിൻ്റെ പ്രതാപം, ദൈവത്തിൻ്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് നീ എന്നെ അന്വേഷിക്കുന്നല്ലോ. ചെറിയ പ്രായത്തിൽ മൈതാനത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ ചെറുക്കന്മാരിറങ്ങുന്ന ഈ പ്രായത്തിൽ ഒരു 13 വയസ്സ് 14 വയസ്സായപ്പോഴേ, സ്തോത്രം, 13-14 വയസ്സായപ്പോഴേ അവൻ ദൈവത്തെ തേടിയപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, നമ്മൾ ആഗ്രഹിക്കുന്ന ഘടകങ്ങൾ അവൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഘടകങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു. എന്തോ? നിൻ്റെ കൂടെ ഇരിപ്പാ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ് ദൈവത്തിന് നിന്നോട് കൂടെ ഇരിക്കണമെന്ന്.
ഹല്ലേലൂയ. ആ ചെറുക്കനോട് 13, 14, 15 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ അവനൊറ്റയ്ക്കല്ല, അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അവനൊറ്റയ്ക്കല്ല, അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ലേറ്റർ ഓൺ അവൻ അഭിഷേകത്തെ തേടിയില്ല, അഭിഷേകം അവനെ തേടിവെന്ന് നിങ്ങൾക്ക് സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. അവൻ 3 7 21 കുലുങ്ങി പേടിച്ചതല്ല. നോ, സ്തോത്രം. ഇൻ ജീസസ് നെയിം വില കൊടുത്ത് ജീവിച്ചാൽ നന്മയും കരുണയും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. അഭിഷേകം അവനെ തേടി വന്നു. അഭിഷേകം അവനെ തേടി വന്നപ്പോൾ കരടി അവനെ തേടി വന്നു. അവനതിനെ കീറിക്കളഞ്ഞു. സിംഹം അവനെ തേടി വന്നു, അതിനെയും കീറിക്കളഞ്ഞു. കാരണം അനോയിന്റിങ് നിനക്കുണ്ടെന്ന്, അഭിഷേകം നിനക്കുണ്ടെന്ന് അറിയുന്നത്, സ്തോത്രം, അത് തോംസൺ കീബോർഡിൽ താളമിടുമ്പോഴല്ല നിൻ്റെ അഭിഷേകം വെളിപ്പെടുന്നത്, ജീവിതത്തിൻ്റെ പ്രശ്നം വരുമ്പോഴാണ്. കീബോർഡിൻ്റെ താളം മുറുകുമ്പോൾ വെളിപ്പെടുന്നതല്ല അഭിഷേകം. ലൈഫിൻ്റെ വെല്ലുവിളികളെ കീറിക്കാണിച്ചു പറ, ഐ ആം അനോയിന്റഡ്. എനിക്ക് ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. സ്തോത്രം. അനുദിനെ കീറിക്കളഞ്ഞു. മല്ലനെ ജയിച്ചു, കൊട്ടാരത്തിലെത്തി. സ്തോത്രം. ജയത്തിന്മേൽ ജയം, ജയത്തിന്മേൽ ജയം. ഇങ്ങനെയും ജയിക്കാൻ പറ്റുമോ ഒരുത്തന്? ഇത്രയും സക്സസ് ഉണ്ടോ? ഇത്രയും സ്തോത്രം സക്സസ് ഉണ്ടോ? ഇത്രയും ജയമുണ്ടോ? ഇത്രയും ചെയ്യും, എവിടെ ചെന്നാലും ചെയ്യാം. സ്തോത്രം. 2 ശമൂവേൽ 8:14 പറയുന്നു, സ്തോത്രം, അവൻ ചെന്നിടത്തൊക്കെ യഹോവ അവന് ജയം നൽകി. അവൻ ചെന്നിടത്തൊക്കെ ജയം തന്നു. എൻ്റെ ഓഫീസിൻ്റെ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താലും സാധിക്കുന്നു. നിൻ്റെ കോളേജിൻ്റെ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. വേറെ ആർക്കും കഴിയാത്തത് പെട്ടെന്ന്, സ്തോത്രം, സർ ഐ എം ഫിനിഷ് എന്ന് പറഞ്ഞ് നീ ടീച്ചറിന് കൊടുക്കുന്നു. സ്കൂളിൽ നിൻ്റെ ലൈഫിൽ വെളിപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. വേറെ ആർക്കും കിട്ടാത്ത സക്സസ് നിനക്കുണ്ടാകുന്നു. മക്കളെ മനസ്സിലാക്കുക. സ്തോത്രം. ദൈവം അവന് ജയം നൽകി. സ്തോത്രം. ദൈവം അവന് ജയം നൽകി. അണ്ടർലൈൻ ദാറ്റ്. നീ ജയിച്ചതല്ല, അവൻ നിന്നെ ജയിപ്പിച്ചതാണ്. നീ ചെയ്തതല്ല, അവൻ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. വേറെ ആർക്കും കഴിയാത്തത് ദൈവം നിന്നിലൂടെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. യേശുവിൻ്റെ നാമത്തിൽ സ്റ്റക്കായിരിക്കുന്ന, പരാജയപ്പെട്ട ആരെയോ നോക്കി കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ കൃപ തന്ന് നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ കൃപ, ദൈവകൃപ, ദൈവകൃപ. മക്കളെല്ലാം ശബ്ദം ഉയർത്തി വാ തുറന്ന് പറ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഹാർഡായിരിക്കുന്ന സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ മാർഗ്ഗം ലഭിക്കാൻ വേണ്ടി പോകുന്നു. നിനക്ക് കഴിയാത്തത് ദൈവകൃപ നിന്നിൽ ഇറങ്ങുന്നെന്ന് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ചിലർക്ക് ചിലത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഈ വർഷം, ഈ സ്കൂൾ വർഷം, ഈ കോളേജ് വർഷം നിനക്കൊരു സ്പെഷ്യൽ ടെസ്റ്റ് മണി ഉണ്ടായിരിക്കും. ആ സാക്ഷ്യം നിനക്ക് വേണ്ടി അങ്കിൾ പറയട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. സോ നീ ജയിക്കുകയല്ല, അവൻ നിന്നെ ജയിപ്പിക്കുകയാണ്. നീ ചെയ്യുകയല്ല, അവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിൽ തേരി നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും മാറുവാൻ വേണ്ടി പോകുന്നു. നിൻ്റെ റാപ്പിഡിറ്റി മാറാൻ പോകുന്നു. മറ്റുള്ള 10 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കുന്നത് 2 പ്രാവശ്യം കൊണ്ട് നീ വായിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം. ഏത് ക്ലാസ്സിലാണോ നീ ഹ്യൂമിലിയേറ്റ് ആയത്, ഏത് കോളേജിലാണോ നിന്റെ തല കുനിഞ്ഞത്, ഇൻ ജീസസ് നെയിം കർത്താവ് പറയുന്നു, കുട്ടി, നീ എനിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ആരെന്ന് നിന്നിലൂടെ ഞാൻ തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ അപ്പൻ രാജാവല്ല, വലിയപ്പച്ചൻ രാജാവല്ല, അപ്പൻ വഴിക്ക് അമ്മ വഴിക്ക് ആര്യൻ രാജാവല്ല. പക്ഷേ ഇടയൻ്റെ തൊഴുത്തിൽ നിന്ന് അവൻ്റെ കൊട്ടാരത്തിൽ കയറി. ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു. തൊഴുത്തിൽ നിന്ന് അവൻ കൊട്ടാരത്തിൽ കയറി. തൊഴുത്തിൽ നിന്ന് കൊട്ടാരത്തിൽ കയറിയെങ്കിൽ അതിൻ്റെ പേരാണ് ഓണറിങ് ഗ്രേസ്. അതിൻ്റെ പേരാണ് മാനിക്കുന്ന കൃപ. ഓണറിങ് ഗ്രേസ്, ഓണറിങ് ഗ്രേസ്. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഇടിച്ച് ഏറ്റെടുത്തോട്ടെ. അപ്പാ, എന്നെ മാനിക്കണമേ, എൻ്റെ പിള്ളേരെ മാനിക്കണമേ, എൻ്റെ തലമുറകളെ മാനിക്കണമേ. ഓണറിങ് ഗ്രേസ്. ഓ റാബ ഷതുലിനി മിഖാന ഹതുലിന മൗഢിദിബികമനറഖോനോ ഓ റാംശം തുലിനിയാസ്യ. മാനിക്കുന്ന ദൈവകൃപ, മാനിക്കുന്ന ദൈവകൃപ. പക്ഷേ ഏറ്റവും ഉന്നതമായ സ്ഥായിൽ അവനായിരിക്കുമ്പോൾ, ജയത്തിന്മേൽ ജയം കണ്ട് ഉന്നതമായിരിക്കുമ്പോൾ, ഇതാ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടേണ്ട സ്പ്രിംഗ് സീസൺ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ആ സ്പ്രിംഗ് സീസണിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട ഒരു കാലമാണ്. അണ്ടർസ്റ്റാൻഡ് ടൈമിംഗ് ആൻഡ് സീസൺസ് ഇൻ യുവർ ലൈഫ്. കം ഓൺ. സ്തോത്രം. കാലങ്ങളും സമയങ്ങളും മനസ്സിലാക്കുക. ആരോട് പറയാനിത്? കാലങ്ങളും സമയങ്ങളും മനസ്സിലാക്കുക. ബൈബിൾ വായിക്കേണ്ട നേരത്ത് ബൈബിൾ വായിക്കുക.
ചിലത് ഇവിടെ പ്രസംഗിക്കുന്ന നേരത്താണ് ബൈബിൾ വായിക്കുന്നത്. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ സ്തോത്രം കണ്ണു തുറന്നിരിക്കുകയാണ്. ആരാധിക്കാമെന്ന് പറയുമ്പോൾ സ്തോത്രം അതേ പ്രാർത്ഥിക്കുകയാണ്. കമോൺ, മന്ദബുദ്ധിയുള്ള സകലത്തിൻ്റെ ഒരു ഓർഡറുണ്ട്. രണ്ടുപേരെ തൊട്ട് പറ, എല്ലാറ്റിനും ഒരു നേരമുണ്ട്. എല്ലാറ്റിനും ഒരു നേരമുണ്ട്. എല്ലാറ്റിനും ഒരു നേരമുണ്ട്. സ്തോത്രം. സ്പ്രിംഗ് സീസൺ, രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയമാണ്. സ്തോത്രം. ആ യുദ്ധത്തിന് ദൈവം എക്സ്പെക്ട് ചെയ്തത് ഇവൻ വാർ ഫീൽഡിൽ കാണണമെന്നാണ്. ദൈവം എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് നീ എത്തുന്നില്ലെങ്കിൽ നീ പാർക്കുന്നത് ദൈവഹിതത്തിൽ അല്ല. ഒരിക്കൽ കൂടെ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സമയത്ത് നീ ഇല്ലെങ്കിൽ, ഔട്ട് ഓഫ് പ്ലേസ് ആൻഡ് ഔട്ട് ഓഫ് ടൈം ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗാഡ്. സ്തോത്രം. അവൻ നീ കൊട്ടാരത്തിലല്ല ഇവിടെ കിടക്കുന്നത്. കൊട്ടാരത്തിലല്ല നീ പാർക്കേണ്ടത്. നീ ഈ സമയത്ത് വാർഫീൽഡിലായിരിക്കേണ്ടത്. ഇത് സ്പ്രിംഗ് സീസൺ ആണ്. ദാവീദേ, മഴ ഇതാ കുറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ശത്രുക്കളോട് അതെ പൊരുതി നിനക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത ടെറിട്ടറികൾ പിടിച്ചെടുക്കാൻ കഴിയാത്ത ടെറിട്ടറികൾ, കരസ്ഥമാക്കാൻ കഴിയാത്തവ നീ കരസ്ഥമാക്കേണ്ട ഒരു സീസണായത്. ശത്രുവിന്റെ കയ്യിൽ നിന്നും നീ പിടിച്ചെടുക്കണം. ചിലർ തുറച്ചു നോക്കി ചോദിച്ചു, ഇല്ലേൽ എന്തോ പറ്റുമങ്ങളെ, ശത്രു നിന്നെ പിടിക്കും. രണ്ടിൽ ഒന്ന് നടക്കും. ഒന്നുകിൽ ശത്രുവിന്റെ ടെറിട്ടറിയം നീ പിടിക്കും, ഇല്ലേ ശത്രു നിന്നെ പിടിക്കും. അതാണ് സംഭവിച്ചത്. ഒരു ദിവസം സന്ധ്യയാകുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങി. പകലുറങ്ങുന്നവൻ മൃഗം. അടുത്തിരിക്കുന്നവർ നോക്കാതെ, കമോൺ. പകലുറങ്ങുന്നവൻ മൃഗം, രാത്രി ഉറങ്ങുന്നവൻ മനുഷ്യൻ. അടുത്ത ആഴ്ച വരണേ. ഹോൾ ആഫ്റ്റർനൂൺ സ്പ്രിംഗ് ടൈമിൽ പകൽ കിടന്നുറങ്ങി സന്ധ്യാകാവുന്ന സമയത്ത് തൻ്റെ കൊട്ടാരത്തിൻ്റെ ടെറസിൽ അവനതാ ഉലാത്തുകയാണ്. ധ്യാനിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടു, മേ ബി അവൻ്റെ ബെഡ്റൂം ആ സെയിം ലെവലിലായിരിക്കാം, ഇല്ലെങ്കിൽ താഴത്തെ ലെവലിലായിരിക്കാം. അവൻ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. ഒറ്റയ്ക്ക് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. അതാ സ്റ്റെയർ കയറുകയാണ്. സ്റ്റെയർ കയറി ഓരോ പടി ഇങ്ങനെ കയറുമ്പോൾ അവൻ്റെ ഉയർച്ചയാണ് ഞാൻ കണ്ടത്. കരടിയെ കൊന്നു, കരടിയെ കൊന്നു, സിംഹത്തെ കൊന്നു, സിംഹത്തെ കൊന്നു, ഗോലിയാത്തിനെ കൊന്നു, ഗോലിയാത്തിനെ കൊന്നു. കൊട്ടാരത്തിൽ എത്തി, ലീഡർ ആയി, വാരിയർ ആയി, രാജാവ് ആയി. ഉയർച്ചയുടെ മേൽ ഉയർച്ച, ഉയർച്ചയുടെ മേൽ ഉയർച്ച, ജയത്തിന്മേൽ ജയം. എവിടെ ഇട്ടാലും സക്സസ് ആണ്. എന്ത് ചെയ്താലും സക്സസ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. കാരണം ദൈവം കൂടെ ഉണ്ടെന്ന് 10 പേരൊന്ന് അറിയട്ടെ. ചില ചോദിക്കും, അത് ശുശ്രൂഷയുമായിട്ട് എന്താ ബന്ധം? നിന്നെ പിടിച്ച് ചിൽഡ്രൻസ് മിനിസ്ട്രി പിടിച്ചു നിർത്തുക. കൊച്ചു പിള്ളേരുടെ ഈ ബഹളം ഉണ്ടാക്കുന്ന ഈ പാർട്ടികളുണ്ടല്ലോ, എൻ്റെ പ്രസംഗം വെള്ളത്തിൽ എങ്ങനെയാക്കാം എന്ന് വിചാരിച്ച് ബഹളം. യൗമാരെ ഇടയിൽ കൊണ്ടുവന്നിട്ടാൽ നീ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ യൗമാരെയെല്ലാം കരയിപ്പിക്കും, അഭിഷേകത്തിലേക്ക് നടത്തും. പിള്ളേർ അന്യഭാഷ പറയും. എത്രയോ സ്ഥലങ്ങൾ ഞാൻ കണ്ട. സ്തോത്രം. യൂത്ത് മീറ്റിങ്ങിന് പോയാൽ എൻ്റെ കർത്താവേ രക്തസാക്ഷി പാടായി എഴുന്നേൽക്കുക. വിമൻസ് മീറ്റിങ്ങിന് പോയാൽ ഉത്തരവാദിത്വമുള്ള അമ്മമാരായി സഹോദരിമാരായി അവർ സമർപ്പിക്കും. മെൻസ് മീറ്റിങ്ങിന് പോയാൽ കിങ്ഡം പില്ലേഴ്സായി അവർ തീരുമാനമെടുക്കും. സഭായോഗത്തിന് പോയാൽ പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. മറക്കാൻ കഴിയാത്ത ശ്രീ. ഇനി ചർച്ചിന് പുറത്ത് തന്നെ കൺവെൻഷൻ നിർത്തിയാൽ ദൈവസഭയുടെ സ്തോത്രം എഡിഫിക്കേഷൻ ദൈവകൃപയാൽ സംഭവിക്കും. അതെ, ക്രൂസേഡ് മീറ്റിങ്ങിന് നീ കടന്നു പോയാൽ, സുവിശേഷ യോഗങ്ങൾക്ക് പോയാൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചത് പറഞ്ഞ് ബഞ്ചായി കൂട്ടം കൂട്ടമായി ജനം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, എഴുന്നേറ്റാൽ 10 കിട്ടണം. പറഞ്ഞേ. യെസ്, അതിൻ്റെ പേരാണ് ശുശ്രൂഷ. എഴുന്നേറ്റാൽ 10 കിട്ടണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. കമാൺ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. എവിടെ എടുത്തിട്ടാലും സക്സസ്.
എവിടെ എടുത്തിട്ടാലും സഹിച്ച. പക്ഷെ ഇവിടെ സംഭവിച്ചത് ജയം തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ഉഴപ്പി. ജയം തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ഉഴപ്പി. സ്തോത്രം. സച്ചിൻ ടെണ്ടുൽക്കർ കളിയില്ലെങ്കിൽ പോലും 3 മണിക്കൂർ മൈതാനത്തിൽ പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ടാണ് താൻ ചാമ്പ്യനായി തീർന്നത്. വാട്ട് അബൌട്ട് യു? ഗോസ്പൽ ചാമ്പ്യനായി നീ തീരണമെങ്കിൽ ഇത് സൺഡേ മാത്രം സ്തോത്രം പൊങ്ങി വരുന്ന അന്തർവാഹിനിയല്ല. എവറി ഡേ വാക്കിംഗ് വിത്ത് ഗോഡ് ആൻഡ് ടോക്കിംഗ് വിത്ത് ഗോഡ്. എല്ലാ ദിവസങ്ങളും ദൈവത്തോട് കൂടെ നടക്കുക. അവൻ സ്റ്റെയർ കയറി വരികയാണ്. ജയത്തിൻ്റെ പടി അവൻ കയറി വരികയാണ്. ലിറ്ററലി ആ ടെറസിലെത്താൻ അവൻ പടിക്കെട്ടുകൾ കയറിയത് സ്തോത്രം മറുവശത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയായിട്ടാണ് ഞാൻ കണ്ടത്. അവൻ്റെ താഴ്വരകളിൽ, അവൻ്റെ പുൽമേടുകളിൽ, അവൻ്റെ പരിഭൂമിയിൽ, അവൻ്റെ രഹസ്യ ജീവിതത്തിൽ ദാവീദ് സ്ലിപ്പ് ചെയ്യാതെ വഴുവഴുപ്പിൽ പോകാതെ സ്തോത്രം പദം പദം കുറച്ചു നാം ക്രൂശ് ആ പാട്ട് പോലെ സ്തോത്രം കാല് വഴുതാതെ അവനിതാ കയറി വരികയാണ് ഒറ്റയ്ക്ക്. ആ സ്പ്രിംഗ് ടൈമിൽ ആ ടെറസിൽ നല്ല കാറ്റുണ്ട്. ആ പ്ലേസിൻ്റെ പേരാണ് ദ സിറ്റി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പട്ടണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി. ദാവീദിൻ്റെ പട്ടണം. ആ കൊട്ടാരവും അതിൻ്റെ പെർമിസ് ആൾമോസ്റ്റ് 11 ഏക്കറാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് 11 ഏക്കർ. ആ ടെറസിൽ നിന്ന് ചുറ്റും ഇങ്ങനെ ആസ്വദിക്കുകയാണ്. മക്കളെ കണ്ണു പറഞ്ഞ് നിൽക്ക്. സ്തോത്രം. ആ കാറ്റടിച്ച് 11 ഏക്കറിൽ അവൻ ചുറ്റും നിന്ന് നോക്കിയാണ്. ഒറ്റയ്ക്കാണ്. എൻ്റെ ഭാര്യമാരെവിടെ പോയി? മീകളെ, അബികാലേ, മീകളെ, അബിയല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഇവളുമാരെവിടെ പോയി? വിളിക്കണമെങ്കിൽ ഒരു 7 പേരുടെയെങ്കിലും പേര് വിളിക്കണം. ഉറങ്ങിയിരുന്ന ചേട്ടൻ ഇപ്പോഴാണ് കണ്ണു തുറന്നേ. ആ ചേട്ടന് പറയാനുള്ള കാര്യം ഇതാണ്: എടാ, ഒന്നിനെപ്പോലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ കമോൺ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന് പോളിഗാമി ആയത്. അവന് 7 ഭാര്യമാർ. ഇപ്പം 8ാമത്തെ ആലോചനയാണ് നമ്മൾ ഇന്നത്തെ സഭായോഗം. ഓ സ്തോത്രം. സോ ഇവനെങ്ങനെയാ പോളിഗാമി ആയത്? ശ്രദ്ധിക്കുക, എല്ലാ പാരൻസും ശ്രദ്ധിക്കുക. റിജക്ഷൻ, തിരസ്കരണം ലസ്റ്റിനെ കൊണ്ടുവരുന്നു. റിജക്ഷൻ. നിന്റെ കുട്ടിയെ നീ എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നത്, അതിനെ തള്ളിക്കിടുന്നത് സ്തോത്രം മോഹത്തിന്റെ കരത്തിലേക്കാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. റിജക്ഷൻ. എൻ്റെ കുഞ്ഞ് നിൻ്റെ അടുക്കലേക്ക് സംസാരിക്കാൻ വരുമ്പോൾ നീ ഫോണിലാണ്, മറ്റേ ചിന്നമ്മയായിട്ട് നീ സംസാരിക്കുകയാണ്. എല്ലാ ദിവസവും ചിന്നമ്മയായി 2.25 മണിക്കൂർ നിനക്ക് നേർച്ചയുണ്ട്. നീ നാട്ടുകാരെ നന്നാക്കുക. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. റിജക്ഷൻ. കുട്ടി നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ മാറ്റി നിർത്തി നീ നാട്ടുകാരെ നന്നാക്കുക. സ്തോത്രം. റിജക്ഷൻ. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റിജക്ഷൻ. അപ്പനവനെ റിജക്റ്റ് ചെയ്തത്, സഹോദരങ്ങളെ റിജക്റ്റ് ചെയ്തത്. സ്തോത്രം. അതെ, പിള്ളേരോട് സംസാരിക്കാതെ, പിള്ളേരോട് കാര്യം ചോദിക്കാതെ, സ്തോത്രം, പിള്ളേരുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ടിവിയും കാർട്ടൂൺ നെറ്റ്വർക്കും കൊടുത്ത് സ്തോത്രം. റിജക്ഷൻ. സ്തോത്രം. നിന്റെ തലമുറ അതെ വളരേണ്ടത് റിജക്ഷൻ അല്ല, സ്തോത്രം, കർത്താവിൻ്റെ കൃപയാലുള്ള അക്സെപ്റ്റൻസിലാണ്. ഹല്ലേലൂയ. എൻ്റെ വലിയപ്പച്ച എല്ലാ രാത്രി എനിക്ക് കഥ പറയുമായിരുന്നു. എൻ്റെ മമ്മി എനിക്ക് 1000കണക്കിന് പാട്ടുകൾ പാടുമായിരുന്നു. മമ്മി എനിക്ക് വേണ്ടി പാടുമായിരുന്നു. സ്തോത്രം. മമ്മി എനിക്ക് വേണ്ടി പാട്ട് പാടുമായിരുന്നു. മമ്മി എനിക്ക് സ്ട്രിക്റ്റായിട്ട് ബൈബിൾ വാക്യങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകരം ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഏതോ ടീച്ചറല്ല, സ്കൂളല്ല, ഏതോ അധ്യാപകരല്ല, എൻ്റെ പാരൻസാണ്. സ്തോത്രം. ഇൻ ജീസസ് നെയിം. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ സ്തോത്രം ചർച്ചല്ല നിന്റെ പിള്ളേരെ വളർത്തേണ്ടത്, നീയാണ് വളർത്തേണ്ടത്. ഹല്ലേലൂയ. സഭയല്ല വളർത്തേണ്ടത്, നിന്റെ പിള്ളേരെ വല്ലോരും അല്ല വളർത്തേണ്ടത്, നീയാണ് വളർത്തേണ്ടത്. പക്ഷെ ദാവീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ വീട്ടിൽ ഇൻസെക്യൂർ ആയിരുന്നു. സ്നേഹിക്കാത്ത അപ്പൻ, കരുതാത്ത ഒരു കുടുംബം. മക്കളെ, നിൻ്റെ ലൈഫ് അങ്ങനെയാണോ? എന്നെ നോക്ക്. സ്തോത്രം. സ്നേഹം കിട്ടിയില്ല അങ്ങളെ. പലരും കരുതിയില്ല, പലരും മാനിച്ചില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചു, നന്നായി പല കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പോലും എന്നെ അവരെ ചേർത്ത് പിടിച്ച് ഒരു ചെറിയൊരു മുട്ടായി പോലും എനിക്ക് തന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ചെറിയ പ്രായത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് ഏതോ കുഞ്ഞിനെ നോക്കി, ചെറിയ പ്രായത്തിൽ ഒറ്റയ്ക്കിരുന്ന് വിതുമ്പിയ ഏതോ കുട്ടിയെ നോക്കി, നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത പാരൻസിൻ്റെ മുൻപിൽ, നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത കുടുംബത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂതിൻ്റെ തലക്കെട്ട് ഓണറിങ് ഗ്രേസ്. നിന്നെ മാനിക്കുന്ന
ഒരു കൃപയുണ്ട്. നമ്മുടെ നാട്ടിൽ ഉയരുന്ന ഒരു 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 കോമൺ ടോക്കാണ് പിള്ളേരെ ഹേർട്ട് ചെയ്യാൻ. ഈ ഹേർട്ട് ചെയ്യുക, മറ്റുള്ളവനിട്ട് പാര വെക്കുക എന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്തോത്രം സ്വഭാവം. നമുക്ക് ഈ മറ്റുള്ളവനെ ഇങ്ങനെ ഗിറ്റാർ വാക്കിയല്ല, മറ്റുള്ളവനെ ചൊറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു, അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിള്ളേരെ നോക്കി പറയും, നിന്നെ എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? നിന്നെ പാളയം മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത് കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളവരാണ്. ഈ കൈ ഉയർത്താതിരിക്കുന്ന ഈ പാപികൾ പറഞ്ഞിട്ട്, കർത്താവേ ഇവർ പറയുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിന്നെ കിട്ടിയത് 2018 വെള്ളപ്പൊക്കത്തിന് വെള്ളമിങ്ങനെ പൊങ്ങി വന്നപ്പോൾ നിന്നെ കിട്ടിയതാണ്. ഈ വാക്കുകൾ മുഴുവൻ റിജക്ഷനാണ്. 5 വയസ്സ് പ്രായമുള്ള, 4 വയസ്സ് പ്രായമുള്ള, 3 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയെ ഇൻസെക്യൂരിറ്റിയിലേക്ക് തള്ളിവിടുകയാണ്. അയ്യോ, ഇതെൻ്റെ അപ്പനല്ല, ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ അമ്മയല്ല, ഞാൻ എൻ്റെ ചേട്ടനെ പോലെയല്ലയോ, ഞാൻ എൻ്റെ ചേച്ചിയെ പോലെയല്ലയോ. ഇൻസെക്യൂറായി നിൻ്റെ പിള്ളേരെ നീ വളർത്തുമ്പോൾ, നീ റിജക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, സ്പിരിറ്റ് ഓഫ് ലസ്റ്റിന്, മോഹത്തിന് നീ വാതിൽ തുറന്നിടുകയാണ്. ആക്ച്വലി ദാവീദിൻ്റെ അമ്മയും അപ്പനും ഈശായി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രകാരം സോറി പറയണമായിരുന്നു. നീ പോളിഗമിയാകാൻ കാരണം, നിനക്ക് കുറഞ്ഞത് 8 ഭാര്യമാർ ഉണ്ടാകാൻ കാരണം നിന്റെ അടിസ്ഥാനം ശരിയല്ല. നിന്റെ ലൈഫിൻ്റെ അടിസ്ഥാനം നിന്റെ ശൈശവ പ്രായത്തിൽ നീ അനുഭവിച്ച റിജക്ഷനാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം റിജക്ഷനിൽ വളർന്നു വന്ന ബോയ്സിനോട്, റിജക്ഷൻ വളർന്നു വന്ന ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത്, നോക്ക് നിന്നെ ഏത് മഴക്കാലത്തും വേനൽക്കാലത്തും അനുകൂല കാലത്തും പ്രതികൂല കാലത്തും അതേ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു അപ്പനുണ്ട്. Come on. നിന്നെ മാനിക്കുന്നവരെ ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ സ്ഥിരം പറയും, മനുഷ്യൻ അളന്ന് നൽകും, അപ്പച്ചൻ അളക്കാതെ നൽകും. മക്കളെ, ഈ തലമുറയിൽ സ്തോത്രം അതിഭയങ്കരമായി ദൈവം നിന്നെ മാനിച്ച് നടത്താൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ഐ പ്രൊഫസി ഇൻ ജീസസ് നെയിം, ചില വർഷങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ നിന്റെ ജീവിതത്തിൽ നടന്ന തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കി, നിന്റെ തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കി അവരത് തിന്മയ്ക്കായി ചെയ്തു, എന്നാൽ ദൈവം എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചെന്ന് സാക്ഷ്യം പറവാർത്തക്കവണ്ണം മാനിക്കുന്ന ഒരു കൃപയുണ്ട്. നിന്റെ ക്ലാസ്സിൽ നിന്നെ മാനിക്കും, നിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നെ മാനിക്കും, നിന്റെ കരിയറിൽ നിന്നെ മാനിക്കും. മാർഗല്ല നിന്നെ മാനിക്കുന്നത്, പകരം സ്വർഗമാണ് നിന്നെ മാനിക്കുന്നത്. ഞങ്ങളെയൊക്കെ മാനിച്ചത് മാർഗല്ല, സർട്ടിഫിക്കറ്റ് അല്ല, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വെഞ്ചയം മാത്രമേ കണ്ടുള്ളൂ, കാരണം അവനോട് കൂടെ ഇറങ്ങി നിന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. അവനോട് കൂടെ ഇറങ്ങി നിന്ന ഒരു കർത്താവ്. 2 പേരെ തൊട്ട് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നെ ജയിപ്പിക്കും. പക്ഷേ നീ ജയിക്കുമ്പോഴുണ്ടല്ലോ, നിൻ്റെ ജയത്തിൻ്റെ കിരീടം തലയിലങ്ങ് വെക്കല്ലേ. നിൻ്റെ ജയത്തിൻ്റെ കിരീടം തലയിൽ വെച്ച് ആരുണ്ട് ഇവിടെ കാണട്ടെ എന്ന് പറഞ്ഞ പ്രൈഡിൽ നീ നടക്കല്ല, നിഗളിച്ച് നടക്കല്ല. നീ ജയിച്ചതല്ല, അവൻ നിന്നെ ജയിപ്പിച്ചതാണ്. കമോൺ, താങ്ക് യു. നീ ജയിച്ചതല്ല, അവൻ നിന്നെ നീ വന്നതല്ല, അവൻ നിന്നെ കൊണ്ടുവന്നതാണ്. നീ ആയതല്ല, പറമക്കളെ, അവൻ നിന്നെ ആക്കിയതാണ്. അതുകൊണ്ട് ക്രെഡിറ്റ്, ഗ്ലോറി, ഓണർ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും 100% അവൻ്റെത് മാത്രം. അതുകൊണ്ട് സക്സസ്സുകൾ എടുത്തവൻ്റെ പാദത്തിൽ വെച്ച് ആണിപ്പഴുതുള്ള പാദത്തെ ചുംബിച്ച് പറയണം, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല യേശുവേ. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ അത് അപ്പോൾ ആ ഉച്ചയ്ക്ക് ശേഷം ആ ബോഡി ലാംഗ്വേജൊക്കെ നോക്കി അതൊന്നുമില്ലായിരുന്നു. അവൻ്റെ ആ ശരീരഭാഷ നോക്കി ആ ഉച്ചയ്ക്ക് വരെ കിടന്നുറങ്ങി, സ്ലഗീഷായി, ഉഴപ്പി. സന്ധ്യ വരെ കിടന്നുറങ്ങി, ഉഴപ്പി, മണിക്കൂറുകളെ കളഞ്ഞ് സ്തോത്രം സങ്കീർത്തനം പാടിയ ഇസ്രായേലിൻ്റെ മധുരഗായകരിൽ ആ ഗാനമില്ലാതെ ടെറസിൽ ഉലാവി അവനിങ്ങനെ ദാവീദ് പട്ടണത്തിൽ
പിന്നെ ഉല്ലാവി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തവൻ്റെ കണ്ണ് ഉടക്കി. ആദ്യം കണ്ടു, പിന്നെ നോക്കി. അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാണുന്നതും നോക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മമ്മി പറഞ്ഞത് മക്കൾ നോക്കി നടക്കണേ, പക്ഷെ ചിലർ നടക്കുന്നത് കണ്ടാ നടക്കുന്നത്. സ്തോത്രം. നോക്കി നടക്കണം. ആദ്യം എങ്ങനെ നോക്കി, പക്ഷെ പിന്നെ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നി. സോ അവിടെ ഞാൻ എൻ്റെ ബൈബിൾ അടയാളപ്പെടുത്തിയ ചില ക്രിയാപദങ്ങളുണ്ട്. ഈ പാപം നിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പൊളിക്കുന്നത്. ദൈവകൃപ നിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പണിയുന്നത്. പാപം നിന്നെ പടിപ്പടിയായി പൊളിക്കും, കൃപ നിന്നെ പടിപ്പടിയായി ഉയർത്തും. രണ്ടാം വാക്യം, ആദ്യം അവൻ കണ്ടു. എല്ലാവരും പറഞ്ഞു, ആദ്യം അവന് കണ്ടു. അടുത്ത വാക്യം, മൂന്നാം വാക്യം, പിന്നെ അവളെ പറ്റി അന്വേഷിച്ചു. നമ്പർ 2, ആദ്യം കണ്ടു, പിന്നെ അന്വേഷിച്ചു. നമ്പർ 3, മൂന്നാമത്തെ അവരുടെ അടുക്കലേക്ക് മെസ്സഞ്ചേഴ്സിനെ, ഭൃത്യന്മാരെ അയച്ചു. ക്രിയ നോക്ക്, കണ്ടു, അന്വേഷിച്ചു, അയച്ചു. നമ്പർ 4, അവളെ തൻ്റെ അടുക്കൽ വരുത്തി. നമ്പർ 5, അവളെ വരുത്തിയിട്ട് അവളോടുകൂടെ ശയിച്ചു. പടിപ്പടിയായി ദാവീദ് പൊളിഞ്ഞു. നിങ്ങൾ കണ്ടോ, 2 യുദ്ധം പാരലായി നടക്കുകയാണ്. 2 യുദ്ധം. ഒന്നാമത്തെ യുദ്ധം ഏതാണെന്നറിയോ? ഇസ്രായേലിനെ അയച്ചു. അവർ അമോര്യയുടെ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. അമോര്യയുടെ പട്ടണമാകുന്ന രബ്ബയിൽ യോവാബും കൂട്ടരും 10,000 പടയാളികൾ യുദ്ധം ചെയ്യുമ്പോൾ മറുവശത്ത് വേറൊരു യുദ്ധം രഹസ്യ മണ്ഡലത്തിൽ നടക്കുന്നു. പരസ്യ മണ്ഡലത്തിൽ ഇസ്രായേൽ ജയിക്കുമ്പോൾ രഹസ്യ മണ്ഡലത്തിൽ അവരുടെ ക്യാപ്റ്റൻ ഓഫ് ആർമി, അവരുടെ രാജാവ് തോൽക്കുകയാണ്. പുറമേ അവർ ജയിക്കുന്നു, രഹസ്യത്തിൽ അവർ തോൽക്കുന്നു. എൻ്റെ സ്തോത്രം, ദൈവം ഏൽപ്പിച്ച ദൂതാണ്. വാട്ട് അബൌട്ട് യു? What about you? Come on, talk to me. പുറമേ നീ ജയിക്കുന്നു, പക്ഷെ രഹസ്യത്തിൽ തോൽക്കുന്ന ചാമ്പ്യന്മാർ ആരെങ്കിലും ഉണ്ടോ? പുറമേ നീ ജയിക്കുന്നു, പക്ഷെ രഹസ്യത്തിൽ തോൽക്കുന്നു. ഇവിടേക്ക് സാത്താൻ, പാപം, ലോകം, സൗന്ദര്യം, വശീകരണം, ലൈംഗികം, സ്തോത്രം, ദാവീദിനെ തീർക്കുകയാണ്. വരുത്തി അവളോടുകൂടെ സഹിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് അവൾ അറിയിച്ചു. സ്തോത്രം, താൻ ഗർഭിണിയായിരിക്കുന്നു. കേക്ക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. രാജാവാണ് അവളെ വിളിച്ചത്. അക്കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം, രാജാവ് എന്തു പറയുമോ അതേ ആ രാജ്യത്ത് നടക്കത്തുള്ളൂ. അവൾക്ക് നോ പറയാൻ കഴിയത്തില്ല. അവൻ്റെ ഇംഗിതത്തിന് ഒരു പാപ പോലെ അവൾ നിന്ന് കൊടുക്കണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൾക്കധികം പ്രായമല്ല കേട്ടോ. അവൾ കല്യാണം കഴിഞ്ഞ് മാക്സിമം 1 വർഷം കഴിഞ്ഞ് കാണും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 1 വർഷമാണെങ്കിൽ ഭർത്താവ് അവളെ കൂടെ കാണേണ്ടതാണ്. ഫസ്റ്റ് ഇയർ അവൻ ഒരിക്കലും ബാറ്റിലിന്, യുദ്ധത്തിന് പോകുവാൻ പാടില്ല. സ്തോത്രം. സോ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഭർത്താവ് അവളോട് കൂടെയില്ല. അവളുടെ പിള്ളേരെക്കുറിച്ച് പറയുന്നില്ല. സോ മസ്റ്റ് ബി അവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. സ്തോത്രം. സോ അവളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏലിയാബിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയായ ബെർഷേബയാണ് ഈ പെൺകുട്ടി. മകൾ കേക്ക്, ഏലിയാബിൻ്റെ മകൾ. ഏതാ ഏലിയാബ്? ഏലിയാബിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബെർഷേബ. ഏലിയാബിൻ്റെ മകളും, സ്തോത്രം, ഊരിയാവിൻ്റെ ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യമായ ബെർഷേബ. നിങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. ദാവീദിന് ഒരു ഭയങ്കര സൈന്യമുണ്ടായിരുന്നു. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സൈന്യം പോലെ, സ്തോത്രം, ശക്തമായൊരു സൈന്യമെന്നാണ് ബൈബിൾ ആ സൈന്യത്തെക്കുറിച്ച് പറയുന്നത്. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആ സൈന്യത്തിൽ 30 ജനറൽസ് ഉണ്ടായിരുന്നു. അവരുടെ അറിയപ്പെടുന്നത് ഡേവിഡ്സ് മൈറ്റി മെൻ, ദാവീദിൻ്റെ വീരന്മാർ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വീരന്മാർ. ഒരിക്കൽ കൂടെ
വീരന്മാർ. ഈ ശൗലും യോനാഥാനും മരിച്ചപ്പോ ദാവീദ് പാടിയ ഒരു പാട്ടുണ്ട്, ഹേ വീരന്മാർ പട്ടുപോയത് എങ്ങനെ, വീരന്മാർ പട്ടുപോയി. സ്തോത്രം. സോ 30 ശക്തന്മാരായ വീരന്മാർ, ഡേവിഡ്സ് മൈറ്റി മെൻ ആ ദേശത്ത്, സ്തോത്രം, ആ രാജ്യത്തിലുണ്ടായിരുന്നു. ആ വീരന്മാരുടെ പട്ടികയിൽപ്പെട്ടവരാണ്, സ്തോത്രം, അവളുടെ അപ്പൻ. സ്തോത്രം. മോനെ ആ വാക്യം ഒരിക്കൽ കൂടെ കാണിച്ചേ. സ്തോത്രം. ഏലിയാബ് അല്ലേ ആ വാക്യം? സ്തോത്രം. അതെ, ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവർ ഏലിയാബ്, എല്ലാവരും പറഞ്ഞാട്ടെ ഏലിയാബ്. ഏലിയാബ് ഈ വീരന്മാരുടെ പട്ടികയിൽപ്പെട്ടവനാണ്. 2 ശമൂവേൽ 23:34. സ്തോത്രം. 2 ശമൂവേൽ 23:34. അവളുടെ അപ്പൻ ദാവീദിന്റെ വീരന്മാരിൽ ഒരാളാണ്. വാട്ട് അബൌട്ട് ഹർ ഹസ്ബൻഡ്? അവളുടെ ഭർത്താവ് ആരാണ്? 2 ശമൂവേൽ 23:39 പറയുന്നു, അവളുടെ ഭർത്താവും ഈ 30 വീരന്മാരിൽ ഒരുവനാണ്. നോക്കേ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വീരന്മാരുടെ, സ്തോത്ര, കുടുംബത്തിൽപ്പെട്ടാണ് അവള്. സ്തോത്രം. അവളുടെ ഭർത്താവ് അതേ ആ ജനറൽസിൽ ഒരാളാണ്, മിലിറ്ററി ജനറലിൽ ഒരാളാണ്. അതുപോലെ അവളുടെ അപ്പനും മിലിറ്ററി ജനറലിൽ ഒരാളാണ്. അവളൊരു മിലിറ്ററി ഫാമിലിയിൽ നിന്നുള്ളതാണ്. പോരെങ്കിൽ അവളുടെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവളുടെ അപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവളുടെ വലിയപ്പച്ചൻ അഹീത്തോഫേലിനെ കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അവളുടെ അപ്പനേക്കാൾ, ഏലിയാബിനേക്കാൾ, അവളുടെ ഭർത്താവ് ഊരിയാവിനേക്കാൾ അഹീത്തോഫേൽ അവളുടെ വലിയപ്പച്ചനാണ് ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യൻ. ആ നാട്ടിൽ, ആ രാജ്യത്തിൽ മുഴുവൻ പ്രസിദ്ധനാണ് അഹീത്തോഫേൽ. വാ തുറന്നാൽ വരുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ്. സ്തോത്രം. ദാവീദ് പോലും സകല ആലോചന ചോദിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ അഹീത്തോഫേലിനാ. അഹീത്തോഫേൽ എന്ന വലിയപ്പച്ചൻ, അപ്പൂപ്പൻ എന്ത് പറയുമോ അതാണ് ദാവീദ് ചെയ്യുന്നത്. ഒരു സാധാ പെൺകുട്ടിയല്ല, അവൾ ഒരു ആവറേജ് കുടുംബത്തിൽപ്പെട്ടവളല്ല, അവൾ ഉന്നതമായ ഇൻഫ്ലുവൻസ് ഉള്ള കുടുംബമാണ്. അവൾ അപ്പൻ ജനറലാണ്, ഭർത്താവ് ജനറലാണ്, അഹീത്തോഫേലിൻ്റെ കൊച്ചുമകളാണ്. സോ ഈ വാർണിംഗ് കിട്ടുമ്പോൾ ആക്ച്വലി അവൻ്റെ മോഹം കെട്ടുപോകണം. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, കാമത്തിന് കണ്ണില്ല. ഓ, എന്തൊരു ശാന്തത! കാമത്തിന് കണ്ണില്ല. സ്തോത്രം. ജനറലിൻ്റെ മകളാണ്, ജനറലിൻ്റെ ഭാര്യയാണ്. അത് അഹീത്തോഫേൽ ആലോചനക്കാരൻ്റെ, നാഷണൽ ആലോചനക്കാരൻ്റെ കൊച്ചുമകളാണ്. സ്തോത്രം. ഇവൻ ഈ പോളിഗാമിയാണ്. അതുകൊണ്ട് അവളെ വരുത്തി അവളോട് കുശലം ചോദിച്ച് അവിടെ ആ ഭാഗത്ത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിക്കുന്നത് അവൾ 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 ദൂതന്മാർ അയച്ച് ബെർശേബയെ വരുത്തി. ആ ബെർശേബ അവൻ്റെ അടുക്കൽ വന്നു. ബെർശേബയ്ക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് ബെർശേബ അവൻ ബെർശേബയോട് കൂടെ ശയിച്ചു. ബെർശേബ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ബെർശേബ ഗർഭം ധരിച്ചു. ഇങ്ങനെ അല്ല ബൈബിൾ പറയുന്നത്. അവൾ ഓ, എന്തൊരു ശാന്തത! അവൾ ദാറ്റ് മീൻസ് അവിടെ ഓപ്പറേറ്റ് ചെയ്തത് അവൾ തൻ്റെ മോഹത്തെ തീർക്കാൻ, തൻ്റെ ശരീരത്തിൻ്റെ, സ്തോത്രം, അതേ ദാഹത്തെ തീർപ്പാൻ. ജസ്റ്റ് ഒരു ലേഡി. അവളെ കീപ്പായി. ഇറ്റ്സ് നോട്ട് ലവ്. അതൊരിക്കലും സ്നേഹമല്ല. സ്തോത്രം. വൈപ്പാട്ടി പോലെ തൻ്റെ ആഗ്രഹം തീർപ്പാൻ അവൾ ബെർശേബൽ ആരായാലും ഹി വിൽ ഡു ദ സെയിം. ആരായാലും അബ്യൂസ് ചെയ്യുകയാണ് അവളെ. സ്തോത്രം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അബ്യൂസ് ചെയ്യുകയാണ്. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ സെയിം തിങ് തന്നെ പൗലോസ് ഒരുത്തനെ കുറിച്ച് പറയുന്നു. ഒരു തനപ്പൻ്റെ ഭാര്യയെ വച്ചിട്ടിരിക്കുന്ന പോൽ. ഒരുത്തൻ അപ്പൻ്റെ ഭാര്യയെ വച്ചിട്ടിരിക്കുന്ന പോൽ. അപ്പൻ്റെ ഭാര്യയാണ് ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നത്. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ വധുവാണ് എൻ്റെ മുൻപിൽ കൂടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാന്തിയാണ് ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാ പാതിരിമാരും, എല്ലാ പാസ്റ്റർമാരും ഇത് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എടോ, ഇത് നിൻ്റെ വൈപ്പാട്ടിയല്ലടോ, ഇത് കർത്താവിൻ്റെ മണവാട്ടിയാണടോ. ഓ, ഇത് നിന്റെ വൈപ്പാട്ടിയല്ല, ഇത് കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഇവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യടോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. സൗന്ദര്യം ഉള്ളതാകട്ടെ, സൗന്ദര്യം ഇല്ലാത്തതാകട്ടെ, പണം ഉള്ളതാകട്ടെ, പണം ഇല്ലാത്തതാകട്ടെ, എബിലിറ്റി ഉള്ളതാകട്ടെ, എബിലിറ്റി ഇല്ലാത്തതാകട്ടെ, അത് എഡ്യൂക്കേറ്റഡ് ആകട്ടെ, അൺഎഡ്യൂക്കേറ്റഡ് ആകട്ടെ, റിച്ച് ആകട്ടെ, പൂവർ ആകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ഫറവോനല്ല, സ്തോത്രം, നീ ഹെരോദാവല്ല, നീ കയ്യഫാവല്ല, നീ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. Come on, hallelujah. കരങ്ങളെ ഉയർത്തി hallelujah പറഞ്ഞാട്.
സ്തോത്രം. ദൈവം ആത്മാക്കളെ, കുടുംബങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നിനക്ക് ചെത്താൻ വേണ്ടിയല്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ. സ്തോത്രം. നല്ല ദൂത് പെട്ടെന്ന് പറഞ്ഞേ. നിനക്ക് ചെത്താനല്ല, നിനക്ക് കുതിര കയറാനല്ല, കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധയും നിഷ്കളങ്കയുമായി സഭയെ നിർത്തേണ്ടതിന് വേണ്ടി, ആള് കളിക്കേണ്ടതിന് വേണ്ടിയല്ല ദൈവം സഭയെ, ആത്മാക്കളെ നിന്റെ അടുക്കൽ തരുന്നത്. അവരെ ശുശ്രൂഷിക്കേണ്ടതിന്. കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്നും സ്തോത്രം. അതേ ദാവീദ് ബർശേബയെ ഉപയോഗിച്ചതുപോലെ പണത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി, യൂട്യൂബിന് വേണ്ടി, ഫേസ്ബുക്കിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി ചർച്ചിനെ കളങ്കപ്പെടുത്തുന്നവരെ, ചർച്ചിനെ ഉപയോഗിക്കുന്നവരെ നീ എണ്ണി എണ്ണി അവന്റെ സിംഹാസനത്തിന് മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരാ. കാരണം സീനിയർ പാസ്റ്റർ ഞായറാഴ്ച സീനിയർ പാസ്റ്റർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിപ്പാൻ എഴുന്നള്ളുന്നേ. അതല്ല ശുശ്രൂഷ. ഞാൻ കയറുമ്പോൾ ഒരു മ്യൂസിക് സീനിയർ പാസ്റ്റർ, ആ മ്യൂസിക് വരുമ്പോൾ അറിയണം സീനിയർ പാസ്റ്റർ എഴുന്നള്ളുകയാണ്. മറ്റേ ഉത്സവത്തിന് മറ്റവൻ അത് വർഷത്തിലൊരിക്കല എഴുന്നള്ളുന്നേ. ഇവൻ എല്ലാ ഞായറാഴ്ചയാണ്. ഓ, എന്തൊരു ശാന്തത. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറ. ദൈവം നമ്മെ ഉപയോഗിക്കണം. ഒരു മനുഷ്യൻ നിന്നെ ഉപയോഗിക്കല്ല, ഒരു മനുഷ്യൻ നിന്റെ തൊട്ട് പോകല്ല. നീ ദൈവത്തിന്റെ സമ്പത്താണ്, സമ്പത്താണ്. കേട്ടവൻ ആമേൻ പറ. നീ പാസ്റ്റർ അല്ല, പ്രവാചകന്റെ അല്ല, മാസപ്പടി വാങ്ങാൻ വരുന്ന പ്രാർത്ഥനക്കാരൻ്റെതല്ല. ചങ്കിലെ ചോര കൊണ്ട് ലോക സ്ഥാപനത്തിന് മുൻപേയുള്ള മാസ്റ്റർ പ്ലാൻ ഓഫ് സാൽവേഷൻ നിമിത്തം അവൻ നിന്നെ സമ്പാദിച്ച ദൈവത്തിന്റെ സ്വത്താണ്. നീ അവൾ ഉപയോഗിച്ചു കളഞ്ഞു. അവൾ 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 ഏവൾ അവൾ ഒന്നമിന്തം അവൾ. നിങ്ങളതൊക്കെ പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതോ ആൻറ്റി ഇപ്പോഴാണ് എന്നെ തുറച്ചു നോക്കിയത്, ഇപ്പം പിന്മാറ്റത്തിൽ പോയോ എന്നറിയാം. സ്തോത്രം. നിങ്ങളിതൊക്കെ ഈ പെട്ടെന്ന് ഐ ലവ് യു പറയുന്നെങ്കിൽ മനസ്സിലാക്കണം, പല ആൾക്കാരോടത്ത് വരുന്ന വഴിക്ക് അവൻ പറഞ്ഞിട്ടാണ് അവസാനം നിങ്ങളോട് പറഞ്ഞത്. സോ അതായിരുന്നു ദാവീദ്. അവൾ 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 ഗർഭിണിയായി. അയ്യോ, അവൾ ഗർഭിണിയായെന്നപ്പോൾ എനിക്കൊരു ഇമേജ് ഉണ്ട്. എനിക്കൊരു ഇമേജ്, എൻ്റെ ഇമേജ് പോകുന്ന കാര്യമാണ് ഇപ്പം നടക്കുന്നത്. എനിക്കൊരു ഗ്ലാമറുണ്ട്, എനിക്കൊരു ഇമേജ് ഉണ്ട്. ഞാൻ ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്, ഭയങ്കര പാട്ടെഴുത്തുകാരനാണ്. പല സങ്കീർത്തനം ഞാൻ ഇരുന്നങ്ങ് എഴുതി കളയും. ഞാൻ ഭയങ്കര ഓർഗനൈസറാണ്, ഞാൻ ഭയങ്കര ആരാധനക്കാരനാണ്, ഞാൻ ഭയങ്കര വീരനാണ്, ഞാൻ ഭയങ്കര യോദ്ധാവാ, ഞാൻ ഭയങ്കര ചക്രവർത്തിയാ. ഈ ഇമേജിനാണ് ഇപ്പൊ ഇടിവാൾ വീണിരിക്കുന്നത്. ഏതാനോ ഒരുത്തന്നെ പിടിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞ, അയ്യോ സഹോദരി, എൻ്റെ ഇമേജിന് കോട്ടം വരുമേ. എടാ, നിനക്ക് ഇമേജ് വലുതാണെങ്കിൽ എൻ്റെ ദൈവത്തിന് ആത്മാക്കളാ വലുത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ. അന്ന് അബോർഷൻ ക്ലിനിക്ക് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് യോബാവിനെ ആളയച്ചു പറഞ്ഞു, പിന്നെ ഊരിയാവിന് പെട്ടെന്നൊരു ലീവ് കൊടുത്തേരെ. കാരണം അവളുടെ ഭാര്യ മെറ്റേണിറ്റി ലീവിന് പ്രവേശിക്കാൻ പോവാ. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ. സ്തോത്രം. ഊരിയാവിന് ലീവ് കൊടുത്തേരെ. ഊരിയാവ് വരികയാണ്, ഹിത്യനായ ഊരിയാവ്. തൽമൂദിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. ആക്ച്വലി ഇവൻ യൂറോപ്യൻ സൈഡിലുള്ള ഒരുത്തനാണ്. ദാവീദിൻ്റെ ആർമിയിൽ അന്യജാതിയിൽപ്പെട്ടവരെങ്കിലും യഹോവയാം ദൈവത്തെ യഹൂദന്മാരെക്കാളും ഭയങ്കരമായി സ്നേഹിച്ചിരുന്ന പലരുണ്ടായിരുന്നേ. എടോ, നിന്നെക്കാളും ആരാധിക്കുന്ന പലരും ഈ പട്ടണത്തിലുണ്ടെന്നേ.
കുണ്ടുകിണറ്റിലെ തവളയാകാതെ നിന്നെക്കാളും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നേ. നിന്നെക്കാൾ അഭിഷിക്തരും പലരും ഒത്തിരി പേർ ഈ രാജ്യത്തിലുണ്ടെന്നേ. നീ കാണാത്ത മഹത്വം ചുമക്കുന്നവർ ഈ രാജ്യത്തിലുണ്ടെന്നേ. ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ എനിക്ക് വേറെയുണ്ട്. അപ്പോഴും നമുക്ക് തോന്നും നമ്മളില്ലെങ്കിൽ ഇവിടെ പരിപാടി നടക്കത്തില്ല. സ്തോത്രം. ഹിത്യനായ ഊര്യാവ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പണ്ടാണെങ്കിൽ ഈ സീനിയർ പാസ്റ്റർ ഈ രാജാവ് യവനെ കണ്ടാൽ മിണ്ടത്തില്ല. തലയും വെട്ടിച്ച് സാറ് പോകത്തേയുള്ളൂ. കാരണം സാറിനെ ഭരിക്കണം, മുടിക്കണം, ഇത് മാത്രമേ സാറിന് അറിയത്തുള്ളൂ. സാറിന് എങ്ങനെയെങ്കിലും തൻ്റെ ഇമേജും തൻ്റെ പൊസിഷനുമാണ് സാറിന് വലുത്. പക്ഷേ ഇപ്രാവശ്യം സാറ് ഊര്യാവേ, കാരണം ഇപ്പോൾ ഊര് നിൽക്കുക, ഊര്യാവേ ബാബാ. ചിലർ നിന്നെ വിളിക്കുന്നത് നിന്നെ ഒതുക്കാനാ. ചിലർ നിന്നെ കാണുമ്പോൾ ഇങ്ങനെ കുനിയുന്നത് നിന്റെ കാല് വാരാനാ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ആവശ്യം വിവേചനമാണ്. സുഖവിവരം ചോദിച്ചു യോബാബിനെ കുറിച്ച്, സൈന്യത്തെക്കുറിച്ച് സുഖവിവരം. വീട്ടിൽ പോ, പെട്ടെന്ന് വീട്ടിൽ പോ, മഴ കറക്കുന്നു. അവൾ കാത്തിരിക്കുക, നീ പെട്ടെന്ന് വീട്ടിൽ പോ. അവൻ വീട്ടിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ പെട്ടെന്ന് സ്തോത്രം ഒരു മെസ്സഞ്ചർ വഴി കുറേ പഴവും, കുറച്ച് നല്ല പെരുന്തപ്പഴവും, കുറച്ച് നല്ല പ്രോട്ടീനുള്ള സംഭവങ്ങളും, കുറച്ച് നല്ല സ്തോത്രം കാര്യങ്ങളും, ഈ വെളിച്ചം കുറവുള്ള ഒരു മെഴുകുതിരിയും ഒക്കെ സമ്മാനമായി എത്തി. കമോൺ, മെൻസ് ഫെലോഷിപ്പ് മാത്രമാണെങ്കിൽ ഞാൻ ആ മെഴുകുതിരിയുടെ പ്രാധാന്യം പിന്നെ പറഞ്ഞുതരാം. സോ അവന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയപ്പോഴേ ഈ ജനറൽ മനസ്സിലായി, ഏതാണ്ട് ചീഞ്ഞ നാറുന്നല്ലോ. കാരണം നേരത്തെ കണ്ടാൽ മിണ്ടാത്തവനായവൻ. ഈ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് തന്ന് നിന്നെ ഇരുത്തുമ്പോൾ മനസ്സിലാക്കണം, ഇത് നിന്നെ കിടത്താൻ വേണ്ടിയാ, നിന്നെ ഒതുക്കാൻ വേണ്ടിയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മനസ്സിലായി? ആമേൻ പറഞ്ഞാട്ടെ. കമോൺ, എൻ്റെ ഡിന്നർ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും ക്യാൻസൽ ആകില്ല മക്കളെ. പ്ലീസ്, നിങ്ങളെല്ലാം നല്ല മക്കളാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. പക്ഷേ അവൻ വീട്ടിൽ പോയി, അച്ചാച്ചൻ വന്നേ, പക്ഷെ നമുക്ക് പിന്നെ കാണാം. കാരണം ഇത് സമാധാന കാലമല്ല കുട്ടി. ഇത് സമാധാന, അച്ഛന് സ്നേഹമില്ല ഇങ്ങോട്ടല്ല, നോ 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 നോ. പക്ഷേ ഇത് യുദ്ധകാല മക്കളെ. അതുകൊണ്ട് ഈ ഒരു യുദ്ധകാലത്ത് അല്പം നീ ഒന്ന് ക്ഷമിക്കുക. അവൾ പെട്ടെന്ന് സ്തോത്ര കൊട്ടാരത്തിൽ വന്ന് അന്ന് രാത്രി അവൻ വാതിക്കൽ കിടന്നിറങ്ങി. എവിടെ കിടന്നിറങ്ങി? വാതിൽക്ക്. കാരണം അതാണ് അവൻ്റെ പ്രത്യേകത. വല്ല പട്ടിയോ പൂച്ചയോ കരടിയോ സ്തോത്രം ദുഷ്ടമൃഗമോ ഒന്നും ഈ കിണ്ടത്തിൽ കയറി സ്തോത്രം അതിനെ നശിപ്പിക്കാതിരിക്കാൻ. ഞാൻ പറയുന്നത് ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ വാതിൽ തുറന്നിടുന്ന ലൂസിഫറിന്റെ ഏജന്റുമാരുടെ കാര്യമല്ല, വാതിൽ കാൽക്കുന്ന വിശ്വാസരുടെ കാര്യമാ. വല്ല ഈച്ചയോ പൂച്ചയോ വന്നിട്ട് എന്നെ തൊട്ടിട്ട് മാത്രമേ ആ കൊട്ടാരത്തിലുള്ള എൻ്റെ ലീഡർഷിപ്പിനെ തൊടാവൂ. അവൻ വാതിൽ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ തന്ത്രജ്ഞാനിയായ ദാവീദ് അറിഞ്ഞോ വീട്ടിൽ പോയില്ല. സ്തോത്രം. ആദമും ഹവയും എങ്ങനെയാണ് പാപം ചെയ്തപ്പോൾ കവറപ്പ് ചെയ്തത്? ആദമും ഹവയും പാപം ചെയ്തപ്പോൾ എങ്ങനെയാണ് കവർ ചെയ്യാൻ ശ്രമിച്ചത്? കേട്ടിട്ടില്ലയോ? സ്തോത്രം പറയോ? നോക്ക്, ആദമും ഹവയും പാപം ചെയ്തപ്പോൾ കവർ ചെയ്യാൻ ശ്രമിച്ച ആ മിനിസ്ട്രിയുടെ പേരാണ് www.kattatila.org. എങ്ങനെയാണോ ആദമും പാപവും കവർ ചെയ്താൻ ശ്രമിച്ചത്, എക്സാക്ട്ലി ദ സെയിം മാനർ അതിൻ്റെ റിപ്ലിക്കയായി 2 ശമൂവേൽ 11 സ്തുതിഗീതം പാടിയവൻ, ആരാധനാ ഗീതം പാടിയവൻ, മല്ലൻ്റെ തലവെട്ടിയവൻ, എക്സെട്ര നേട്ടങ്ങൾ മാത്രം കണ്ടവൻ ഇപ്പോൾ കോട്ടത്തിലേക്ക് പോയി എങ്ങനെയെങ്കിലും കവർ ചെയ്യണം. ഇന്ന് രാത്രി അവനെ കുടിപ്പിച്ചു. കുടിക്കുന്നതിനേക്കാൾ വലിയ പാപമാണല്ലോ മറ്റുള്ളവരെ കുടിപ്പിക്കുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് വേറുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അന്നും അവൻ പോയില്ല.
അവനും വാതുക്കൾ തന്നെ വന്ന് കിടന്നു. അതാണ് അവൻ്റെ ഡെഡിക്കേഷൻ. 11 വാക്യം കാണിക്ക്. 11:11 2 ശമൂവേൽ 11:11 അവൻ്റെ കമിറ്റ്മെൻറ്റ് നോക്ക്. ഊരിയാവ് ദാവീദിനോട്. ശബ്ദം ഉയർത്തി വായിക്ക്. ശബ്ദം ഉയർത്തി. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വഴക്കുണ്ടാക്കിയ ശബ്ദത്തിൽ എല്ലാവരും വായിച്ചാട്ടെ. ശബ്ദം ഉയർത്തി വായിക്ക്. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദ കൂടാരങ്ങളിൽ വസിക്കുന്നു. എൻ്റെ യജമാനായ യോവാബും യജമാനരുടെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങിക്കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാൻ കുടിപ്പാൻ ഭാര്യയോട് കൂടെ ശയിപ്പാൻ എൻ്റെ വീട്ടിൽ കിടക്കുമോ? നിന്നാണ് എൻ്റെ ജീവനാണ്, ഞാനത് ചെയ്യുകയില്ല. 3 ക്രിയാപദങ്ങൾ ദാവീദ് അവനെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. കഴിക്കുക, കുടിക്കുക, സ്തോത്രം, ശയിക്കുക. കഴിക്കുക, കുടിക്കുക, ശയിക്കുക. ചില മന്ദബുദ്ധികൾ ഈ സെക്കൻഡ് സർവീസിൽ വന്നിട്ടുണ്ട്. അവൾമാർക്കും അവന്മാർക്കും ഈ 3 ചിന്ത മാത്രമേ ഉള്ളൂ. കഴിക്കുക, കുടിക്കുക, ശയിക്കുക. കഴിക്കുക, കുടിക്കുക, ശയിക്കുക. ചേച്ചിയെ സ്തോത്രം, ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തത്, നിന്നെ അപ്പോയിന്റ് ചെയ്തത് കഴിക്കാനും കുടിക്കാനും ശയിക്കാനുമല്ല. യഥാർത്ഥ അഭിഷിക്തൻ പറയും, എന്നെ വിളിച്ചത് വേറൊരു നിയോഗത്തിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ആത്മീയരെയും അനാത്മീയരെയും ക്രൈസ്റ്റ് സെന്ററിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. വാ തുറഞ്ഞ അവളുമാര് പറയുന്നത് കഴിക്കുന്ന കാര്യമാണ്, കുടിക്കുന്ന കാര്യമാണ്, ശയിക്കുന്ന കാര്യമാണ്. നിന്റെ വാദാട്ടമുള്ള വാ അടഞ്ഞിരിക്കെ. കമോൺ, പറ. എങ്ങനെ ജനത്തെ രക്ഷയിലേക്ക് നയിക്കാം, എങ്ങനെ പട്ടണത്തെ പിടിച്ചെടുക്കാം, എങ്ങനെ സുവിശേഷം പ്രസംഗിക്കാം, എങ്ങനെ കൃപയിൽ വളരാം, എങ്ങനെ പ്രവചിക്കാം, എങ്ങനെ ഭൂതത്തെ പുറത്താക്കാം, എങ്ങനെ ശത്രുവിന്റെ പാളയങ്ങളെ തകർക്കാം. കമോൺ, പറ. ഇല്ലെങ്കിൽ നിന്റെ വാ നാറ്റമുള്ള നിന്റെ ജഡത്തിന്റെ വാ അടഞ്ഞിരിക്കട്ടെ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ ഹൃദയം നിറഞ്ഞ സംസാരിക്കുന്നു. പെട്ടെന്ന് പറ. കഴിക്കുക, ശയിക്കുക. കഴിക്കുക, കുടിക്കുക, ശയിക്കുക. കഴിക്കുക, കുടിക്കുക. നീ ഏത് കമ്പാർട്ട്മെൻറ്റിലെ യാത്ര ചെയ്യുന്നത്? നീ ഏത് കത്തുന്ന നരകത്തിലേക്ക് പോകാനാണ് കാത്തിരിക്കുന്നത്? നിന്റെ പേരവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പർപ്പസ് വേറെയാണ്. നീ ജീവിക്കുന്നത് കഴിക്കാനല്ല, കുടിക്കാനല്ല. നിന്റെ കാഴ്ചപ്പാട് മാറിയ പറ്റ. ഇന്ന് പകൽ നീ മാറിയില്ല, പിന്നെ എവിടെ മാറാനാ? ഏത് സെമിനാറിൽ മാറാനാ? ഏത് ദൈവദാസന്റെ മുന്നിൽ? കഴിക്കുക, കുടിക്കുക, ശയിക്കുക. ശയിക്കുക, അത് കഴിഞ്ഞിട്ട് കഴിക്കുക, കുടിക്കുക, വീണ്ടും ശയിക്കുക. കഴിക്കുക, കുടിക്കുക, ശയിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് മുഴങ്ങട്ടെ. എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു? എന്തിനു വേണ്ടി തിരുവനന്തപുരത്ത് ദൈവം എന്നെ നാട്ടിയിരിക്കുന്നു? എന്താ എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്? വേറെ ഒരണ്ണനും ഇതുവരെ പറഞ്ഞു കാണത്തില്ല, പക്ഷേ ഈ അണ്ണൻ പറയും, പറഞ്ഞിട്ടേ ഇരിക്കും. ഇതാണ് ഇസബേലും നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നിനക്ക് തേനുണ്ടെങ്കിൽ എനിക്ക് തീയുണ്ട്. കരങ്ങൾ അടച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്ക്. നിന്റെ പർപ്പസ് വേറെയാണ്, നിന്റെ അഭിഷേകം വേറെയാണ്, നിന്റെ നിയോഗം വേറെയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചു വന്നാട്ടെ. വേറെ വ്യക്തിയെ പോലെയല്ല നീ. നിന്റെ ആരാധന വ്യത്യാസമാണ്, നിന്റെ സ്തുതി വ്യത്യാസമാണ്, നിന്റെ ജീവിത ശൈലി വ്യത്യാസമാണ്. എനിക്ക് നിനക്ക് വേണ്ടിയത് പ്ലാറ്റ്ഫോം അല്ല, പണമല്ല, അബുദാബിയല്ല, കുവൈറ്റ് അല്ല, അമേരിക്കയല്ല, യൂട്യൂബ് അല്ല. വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ എന്താ അവൻ നിന്നെ വിളിക്കണമെങ്കിൽ കമ്മിറ്റ്മെന്റിൽ ജീവിക്കുക. ഞാൻ പോകത്തില്ല, എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. യഹോവയുടെ പെട്ടകവും യോവാബും ഇസ്രായേൽ സൈന്യവും സ്തോത്രം വെളിമ്പ്രദേശത്ത് കിടക്കുക. മീനിങ് ഞാൻ പറയട്ടെ, എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് മേലോട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, 2 സൈഡിലോട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഒന്ന് മേലോട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, 2 സൈഡിലോട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഒരു ക്രൂശ് പോലെയാണ് ഞാൻ. എനിക്ക് ദൈവത്തോട് കമ്മിറ്റ്മെൻറ്റ്, ദൈവത്തിൻ്റെ ജനത്തോട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഓൺ, കമ്മിറ്റ്മെൻറ്റ്. ആ സമർപ്പണം തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ.
ഇന്നലെ ഞാൻ രാമകുണ്ടത്തായിരുന്നു. 700 പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മീറ്റിങ്ങിൽ 12 പ്രസംഗം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സ്തോത്രം. അത് ഇന്നവിടെ 5500ഓളം പേര് സഹായത്തിന് കൂടുക. അതിൻ്റെ ലീഡർ വന്നിട്ട് മീരാൻഡി എന്നോട് പറഞ്ഞു, ബ്രദർ സുരേഷ്, ക്യാൻ യു സ്റ്റേ ഫോർ വൺ മോർ സെഷൻ? സൺഡേ മോർണിംഗ് ഞങ്ങൾക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, 5500 ജനം കൂടി വരും. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വന്നത്, സ്തോത്രം, എനിക്ക് ദൈവത്തോടും ദൈവജനത്തോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കമ്മിറ്റ്മെന്റിൽ ജീവിക്ക, സമർപ്പണത്തിൽ ജീവിക്ക, സ്വയത്യാഗത്തോടെ ജീവിക്ക. കമ്മിറ്റ്മെന്റ് ഉള്ളവർ കരങ്ങൾ കടിച്ച ദൈവത്തെ സ്തുതിക്ക. ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ കർത്താവെ, 3-1 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തണോ? സ്തോത്രം. അതെ, സന്ധ്യാസമയത്ത് സ്റ്റെയർ കേസ് കയറി. രാത്രിയിൽ യവൻ വീട്ടിൽ പോയില്ല. സ്തോത്രം. രാവിലെ ദാവീദ് കത്തെഴുതി. സന്ധ്യാസമയം, രാത്രി, രാവിലെ. ദാവീദ് കുനിഞ്ഞിരുന്ന് എഴുതുന്ന സ്പീഡ് നോക്ക്. അയ്യേ, നല്ല ഹാൻഡ് റൈറ്റിങ്ങേ അല്ല. കാരണം കാട്ടിൽ കിടന്നവനല്ലയോ. എടാ, നീ എന്താ മറ്റുള്ളവർ, നീ ഇങ്ങനെ പറഞ്ഞാൽ 100 കണക്കിൽ ലെറ്റർ എഴുതാൻ ആൾക്കാരുണ്ടല്ലോ. എന്താടാ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല സുരേഷ്, ഇത് രഹസ്യമാണ്. എനിക്ക് മനസ്സിലായി. നീ എഴുതുന്ന മറ്റവനെ കൊല്ലേണ്ട അവൻ്റെ ഡെത്ത് വാറണ്ടല്ലേ, അവനെ ഒതുക്കാനുള്ള വാറണ്ടല്ലേ നീ കുനിഞ്ഞിരുന്നിരുന്ന. ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപയാൽ ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്: നിനക്കെതിരെ എഴുതിയ മുഴുവൻ കർത്താവ് ക്യാൻസൽ ചെയ്യും. വിരോധവും പ്രതികൂലവുമായി എഴുതിയത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോട്ടെ. ഡെത്ത് വാറണ്ട് ചുമന്നിട്ടവൻ വാർഫീൽഡിൽ പോയി യോബാബിൻ്റെ കയ്യിൽ കൊടുത്തു. പാവം അറിഞ്ഞില്ല, എൻ്റെ ഡെത്ത് വാറണ്ടാണ് ഞാൻ ഈ ചുമന്ന് നടക്കുന്നതെന്ന്. കൊണ്ടുപോയി യോബാബിൻ്റെ കയ്യിൽ കൊടുത്ത്. സ്തോത്രം. ഇതുപോലെ ഒത്തിരി എണ്ണത്തിന് ഒതുക്കിയ അജാജന്മാർ കേരളത്തിലുണ്ട്. സ്തോത്രം. ഒത്തിരി എണ്ണത്തിന് എഴുത്തിൽ ഒതുക്കിയ അതേ സ്തോത്രം ആരാച്ചാറന്മാർ കേരളത്തിലുണ്ട്. ഹല്ലേലൂയ. യെരൂശലേമേ യെരൂശലേമേ എന്ന് പണ്ട് പറഞ്ഞത് കേരളമേ കേരളമേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ. സ്തോത്രം. മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം നീതിമാന്റെ രക്തം ഈ മണ്ണിൽ നിന്ന് നിലവിളിക്കുക. നിങ്ങൾക്കറിയാം, ബാക്കി വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 5 മിനിറ്റ് ഞാൻ നിർത്തി. സ്തോത്രം. വി ആർ കില്ലിങ് അവർ ഓൺ സോൾജിയേഴ്സ്. നമ്മളെ പടയാളികളെ തന്നെ. എടോ സെൻറ്റർ പാസ്റ്ററെ, നിന്റെ സ്വന്തം പടയാളിയെ നീ കൊല്ലുക. എടോ സൂപ്രണ്ടേ, നിന്റെ സ്വന്തം പടയാളിക്ക് ഗ്ലാമറിന് വേണ്ടി, നിന്റെ പൊസിഷന് വേണ്ടി നീ കൊല്ലുക. നീ നമ്പർ 1 ആരാച്ചാരാ. മറ്റുള്ളവരെ ഒതുക്കിയ നിന്റെ സ്ഥാനം നീ ഒതുപ്പിക്കുന്നത് എണ്ണി നീ കണക്കൊടുക്കേണ്ടി വരാം. നീ ഒന്ന് ഒതുക്കിയതിനെ എൻ്റെ ബൈബിളിൽ പറയുന്നു 4 മടങ്ങ് അവൻ കൊടുക്കേണ്ടി വന്നു. നിർത്തി. സ്തോത്രം. ആ രണ്ടാമത്തെ വ്യക്തിയെ ഞാൻ വിട്ടു. അവൻ മരിച്ചു. ഊരിയ മരിച്ചു. പക്ഷെ ഊരിയ മരിച്ച് അവനെ അടക്കം കഴിഞ്ഞപ്പോൾ എൻ്റെ നോട്ട്ബുക്കിൽ എങ്ങനെയാണ് ഞാൻ എഴുതപ്പെടുത്തത്? ഹെവൻ റൈറ്റ് അവേ ഓപ്പൺ ദ ബുക്ക് ഓഫ് റിമെമ്പറൻസ് ആൻഡ് ഹി സെഡ് ഐ വിൽ ഓണർ ഹിം. യവനെ കൊന്ന് യവനെ അടക്കിയപ്പോൾ ഓർമ്മയുടെ പുസ്തകം കർത്താവ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് എഴുതി, യവനെ ഞാൻ മാനിക്കും. കാരണം യവൻ കമ്മിറ്റ്മെൻ്റ് ഉള്ളവനാണ്. യവൻ പുരോഹിതനല്ല, യവൻ പ്രവാചകനല്ല, യവൻ രാജാവില്ല, യവന് യൂട്യൂബില്ല, യവന് ഫേസ്ബുക്കില്ല, നോട്ടീസിൽ പേരില്ല, യവൻ്റെ തല വെട്ടി ഒരു ഫ്ലെക്സിലും വെച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ വിശ്വസ്തതയുള്ളത് കൊണ്ട് മനുഷ്യനല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, ഡിസ്ട്രിക്ട് പാസ്റ്റർ അല്ല, ഓർഗനൈസേഷൻ ലീഡർ അല്ല, പകരം ദൈവം പറഞ്ഞു യവൻ്റെ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഞാൻ അവനെ മാനിച്ചിരിക്കും. 2 പേരെ തൊട്ട് പറഞ്ഞോട്ടെ, നിങ്ങളെ കുറിച്ചാ പറഞ്ഞ. പെട്ടെന്ന് പറ. നിങ്ങളെക്കുറിച്ച് ദൈവം നിന്നെ മാനിച്ചിരിക്കുക. ഞാൻ കാണാൻ പോവാ. ഞാനത് കാണാൻ പോവാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? ഞാനത് കാണാൻ പോവാ മക്കളെ. ഞാനത് കാണാൻ പോവാ. ദൈവം നിന്നെ മാനിച്ചിരിക്കും. അവനെ കൊന്ന് അവനെ ഒതുക്കി. ആ വിലാപകാലം കഴിഞ്ഞ ഉടനെ അത് തീരാൻ മറ്റവൻ കാത്തിരിക്കുകയായിരുന്നു. കരച്ചിലിൻ്റെ കാലം, ഐ ഡോണ്ട് നോ ഹൗ മെനി ഡേയ്സ്. സ്തോത്രം. അത് തീരാനായിട്ട് മറ്റേ ഇന്ദ്രിയജയം ഇല്ലാത്തവൻ അത് തീരാൻ കാത്തിരിക്കുകയായിരുന്നു.
ഓ കമോൺ, പിള്ളേരുണ്ട്, കൂടുതൽ പറയാൻ പറ്റില്ല. സ്തോത്രം. ആ വിലാപകാലം കഴിഞ്ഞ ഉടനെ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നത് പോലെ. കൊട്ടാരം വിളിക്കുന്നു കേട്ടോ. മേഡത്തെ കുട്ടിക്കൊണ്ടി എല്ലാം പറഞ്ഞു. വേറെ നിർവാഹമില്ല. അവൾ കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ പാർപ്പ് തുടങ്ങി. ഒരു ദിവസം സപ്പോസ് ആ ഒലിവിൻ്റെ ചുവട്ടിൽ ഞാൻ അവളെ കണ്ടെങ്കിൽ അവളോട് ചോദിക്കാമായിരുന്നു, ബർഷേബ, ഹൗ ആർ യു? നന്നായിരിക്കുന്നല്ലോ അല്ലേ? ലൈഫ് നന്നായിരിക്കുന്നില്ലേ? പണ്ട് ചെറിയ വീടല്ലായിരുന്നോ, ഇപ്പോൾ വലിയ വീട് കിട്ടി. പണ്ട് ചെറിയ മത്തയല്ലായിരുന്നു, ഇപ്പോൾ വലിയ മത്ത കിട്ടി. പണ്ട് ഒരു തലേണ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 9 കൃപാവരം പോലെ ചുറ്റും 9 തലേണയുണ്ട്. പണ്ട് അല്പമേ ആഹാരമുള്ളൂ, മീഡിയം. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സ്തോത്രം, മാളിക മുറിയിൽ 120 പേര് ഇരുന്നത് പോലെ ടേബിളിൽ നിറയെ ആഹാരം ഇരിക്കുന്നു. അവൾ പറയും, നോ, ഞാനൊരു മിണ്ടാപ്രാണിയാണ്, ഞാനൊരു ട്രാപ്പിലായിപ്പോയി, ഞാനൊരു ട്രാപ്പിലാണ് ജീവിക്കുന്നത്. പുറമെ എല്ലാവരും നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, നല്ല വസ്ത്രം, നല്ല ഗ്ലാമർ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഊരിയാവുണ്ടല്ലോ, അവൻ എത്ര കമ്മിറ്റഡ് ആയിരുന്നെന്നറിയോ? കാരണം ദൈവത്തോട് കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ, ബാക്കി പറ, മനുഷ്യനോട് കമ്മിറ്റഡ് ആകാൻ പറ്റത്തുള്ളൂ. ഞാൻ നിർത്തി. അപ്പോൾ സ്തോത്രം, ഇപ്പോൾ ഉള്ള മറ്റേ മഹാരാജാവ്, അയ്യേ പറയാതിരിക്കുക ഭേദം. അയ്യോ, പുള്ളിക്ക് നാട്ടിലൊക്കെ ഭയങ്കര പേരാണല്ലോ. അത് നാട്ടിൽ, അത് ചർച്ചിൽ. പക്ഷെ അവൻ്റെ ട്രൂ കളർ കാണണമെങ്കിൽ വീട്ടിൽ വരണം. എന്തൊരു പാട്ടാ, എന്തൊരു കയ്യടിയാ. വാ തുറന്ന് പാടിയാൽ ചുറ്റും ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്. ഒരു പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് പുള്ളി ഇരുന്ന് എഴുതി അങ്ങ് പാടിക്കളയും. പണ്ട് പെട്ടകം വന്നപ്പോൾ എന്തോ നിർത്തുമായിരുന്നു. നാട്ടിലുള്ള എല്ലാവരെയും കണ്ണ് അവൻ്റെ മേലല്ല. പക്ഷെ വീട്ടിൽ വന്നാൽ 8 ഭാര്യമാരുണ്ട്, എന്നെയും കൂടി. തിങ്കൾ, മീകൾ, ചൊവ്വ അബിഗേൽ, ബുധൻ എനിക്കറിയത്തില്ല, വീട്ടിൽ പോയി 2 ശമൂവേൽ 3 വായിച്ചു നോക്കുക. വ്യാഴം വേറൊരാൾ, വെള്ളി. സോ 8ാമത്തെ അവസാനം പ്രസവിച്ചു. ദൈവത്തിന് അനിഷ്ടമായിരുന്നു. പുറമേ മനുഷ്യന്റെ മുമ്പിൽ നീ കൊള്ളാം, പക്ഷേ രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളെങ്ങനെ ഇരുന്നാൽ മതി, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപോലെ ബാധകമാണ്. ആ കുഞ്ഞ് മരിച്ചപ്പോഴേക്കും അവനും പ്രാർത്ഥിച്ചു. സ്തോത്രം, കുഞ്ഞ് ജീവിക്കാനായിട്ട് 3 ദിവസം അവനും ഉപവസിച്ചു. എല്ലാ ഡിസംബറിൽ അവനും ഉപവസിക്കും, എല്ലാ ഏപ്രിലിൽ അവനും ഇപ്പോൾ കാത്തിരിക്കാം. അടുത്ത മാസം ഒന്ന് കഴിയാൻ കാത്തിരിക്കാം അടുത്ത ഉപവാസത്തിന്. സ്തോത്രം, ഉപവാസം ഏത് കൂട്ടത്തിലും പുള്ളി ചേരും. ഉപവാസമെങ്കിൽ ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, തുള്ളലെങ്കിൽ തുള്ളൽ, ഏത് നടത്തുക. പക്ഷെ ട്രൂ കളർ കാണണമെങ്കിൽ വീട്ടിൽ വരണം. യഥാർത്ഥ ചിത്രം ഇവനെക്കുറിച്ചുള്ള ഇവൻ്റെ തനി രൂപം കാണണമെങ്കിൽ വീട്ടിൽ വരണം, നാട്ടിലല്ല. നാട്ടിലവൻ ദൂതനും സഭയിലവൻ ദൂതനും വീട്ടിലവൻ ഭൂതവുമാണ്. സ്തോത്രം. ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഏതോ വേലക്കാരെ ഏതോ പരിചാരകർ പറഞ്ഞു, പിന്നെ ആലയത്തിൽ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വേറൊരു പരിചാരകൻ പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോയാൽ കൊള്ളായിരുന്നു. 122 ഉടമ്പാടി യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആ സാഹചര്യത്തിൽ ആ സങ്കീർത്തനം എഴുതുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചു, വസ്ത്രം മാറി, തൈലം പൂച്ചി ഒരൊറ്റ പോക്കല്ലയോ. ഏതോ സഹോദരി പറയുന്നു, അതാണ് നാർസിസ്റ്റ് സ്വഭാവം. സ്വന്തം കാര്യം നേടാൻ ഏത് സ്തോത്രം തന്ത്രവും പ്രവർത്തിക്കുന്ന ഡേവിഡ് ദ നാർസിസ്റ്റ്. സ്തോത്രം, സ്വന്തം കാര്യത്തിന്
ദേവാലയത്തിലേക്ക് പോയി. പക്ഷേ അവൻ കുളിക്കാൻ കയറിയപ്പോൾ നിങ്ങൾ കേട്ടോ, ആ കതകിൻ്റെ അപ്പുറത്ത് ഒരു തേങ്ങൽ, ഒരു കരച്ചിൽ ശബ്ദം നിങ്ങൾ കേട്ടോ. അവൻ വസ്ത്രം മാറുന്ന സമയത്ത് ഏതോ തേങ്ങൽ നിങ്ങൾ കേട്ടോ. കാരണം 2 മരണമാണ് അവൾ കണ്ടത്. ഒന്ന് തന്നെ തന്നോട് കമ്മിറ്റ്മെൻ്റുള്ള ഊര്യ മരിച്ചു. 2 ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞു മരിച്ചു. മറ്റവൻ്റെ കുഴപ്പം കാരണം, വേറൊത്തിൻ്റെ കയ്യിലിരിപ്പ് കാരണം 2 മരണം കണ്ടത്. ലോങ് ഇയേഴ്സ് നിശബ്ദതയിൽ ബത്ശേബ കരഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഈ ദൂതിൻ്റെ കൺക്ലൂഷനിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ ഇരുട്ട് മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന നിശബ്ദമായി കരയുന്ന നിന്നെ കാണുന്ന ഒരു എൽ റോയി ഉണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. 2 കരങ്ങളെ ഉയർത്തി നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. 2 കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചോട്ടെ. കമാൺ, ശക്തിയോടെ. ആ ഇരുട്ട് മുറിക്കകത്ത് ഇരുന്ന് കരയുന്ന ബത്ശേബയെ കാണുന്ന ഒരു ദൈവമുണ്ട്. വേസ്റ്റായിപ്പോയി. ബത്ശേബ ക്രൈസ്റ്റ് സെൻ്റർ വന്നെങ്കിൽ പറഞ്ഞ എൻ്റെ ലൈഫ് വേസ്റ്റായിപ്പോയി. എന്തോ ബെസ്റ്റായിരുന്നു ആ കുഞ്ഞു വീട്, എന്തോ ബെസ്റ്റായിരുന്നു ആ പഴയ ജീവിതം, എന്തോ ബെസ്റ്റായിരുന്നു. അധികം ഭയങ്കര തുണിയൊന്നും ഇല്ലായിരുന്നു, അധികം സ്തോത്രം ആഹാരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സന്തോഷമായിട്ട് ഭൂമിയിലൊരു സ്വർഗം പോലെ ഞങ്ങൾ പോയതാ. പക്ഷേ ഈ ദുഷ്ടൻ, ഈ നാർസിസ്റ്റ്, അവൻ്റെ നോട്ടം എൻ്റെ മേൽ വീണപ്പോൾ, നിൻ്റെ ഓഫീസിലുണ്ടത്, നിൻ്റെ നാട്ടിലുണ്ട്, നിൻ്റെ ബന്ധുക്കളിലുണ്ട്, ഈവൻ നിൻ്റെ പള്ളിയിലുണ്ട്. നാർസിസ്റ്റ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇരകളെ മേൽ ചാടി വിടുന്ന ക്രൂര മൃഗങ്ങൾ ഈ ദേശത്തിലുണ്ട്. ആണുങ്ങളുടെ മുണ്ട്, പെണ്ണുങ്ങളുടെ മുണ്ട്. Cover me under the blood of Jesus. Cover us under the blood of Jesus. പക്ഷേ എല്ലാം ഉടഞ്ഞു പോയി, എല്ലാം തകർന്നു പോയി. ഇപ്പം കരഞ്ഞ് ഞാൻ ജീവിക്കുക. ബെസ്റ്റിൽ നിന്ന് ഞാൻ വേസ്റ്റിലേക്ക്. കൊട്ടാരം വേസ്റ്റായിപ്പോയി, എൻ്റെ ജീവിതം വേസ്റ്റായിപ്പോയി. സ്തോത്രം. എല്ലാം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു, പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ വേസ്റ്റായി ജീവിക്കുകയാണ്. ലൈഫിൽ എവിടെയോ വേസ്റ്റായി പോയി. വേസ്റ്റായി എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ആരെങ്കിലും പറഞ്ഞെങ്കിൽ, ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ, നിൻ്റെ ചിന്തകളെപ്പോലും കേൾപ്പാൻ കഴിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിൻ്റെ വാക്കുകളെ മനുഷ്യൻ കേൾക്കുക, പക്ഷെ നിൻ്റെ ചിന്തകളെ ദൈവം കേൾക്കുക. ഇപ്പം ആരൊക്കെയോ പറയുന്നുണ്ടായിരിക്കും, എൻ്റെ ലൈഫായി പറയുന്നേ, ലൈഫ് വേസ്റ്റ് ആയിപ്പോയി. സ്വർഗത്തിലെ ദൈവം അത് കേട്ടിട്ട് പറഞ്ഞു, മക്കളെ ഡോണ്ട് വറി, ഞാൻ ആർക്കും കടക്കാരനല്ല. നിൻ്റെ ഭർത്താവുണ്ടല്ലോ എനിക്ക് വേണ്ടി നിന്നവനാ. നിൻ്റെ അപ്പനുണ്ടല്ലോ എനിക്ക് വേണ്ടി നിന്നതാ. നിൻ്റെ വലിയപ്പച്ചൻ അഹീത്തോഫേലുണ്ടല്ലോ എനിക്ക് വേണ്ടി നിന്നതാ. നോക്ക്, നിൻ്റെ വീട് മിലിറ്ററി വീടാ. നിൻ്റെ ഫാമിലി കിങ്ഡം ഫാമിലിയാ. ഓ പവർഫുൾ. നിൻ്റെ ഫാമിലി കിങ്ഡം ഫാമിലിയാ. നിൻ്റെ ഫാമിലി സെൽഫിഷ് അല്ല. നിൻ്റെ ഫാമിലി ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതാ. കമോൺ, ദൈവരാജ്യത്തിന് വേണ്ടി 2025 ഒക്ടോബർ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കട. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സ്തോത്രം, നീ നിൽക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. നീ നിൽക്കുന്നത് ഉപദേശത്തിന് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് പാസ്റ്ററിന് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് ഏതോ സംഘടനയ്ക്ക് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് സ്വന്തം പേരിന് വേണ്ടിയല്ല, നീ നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. നീ നിന്നത് കർത്താവിന് വേണ്ടിയായത് കൊണ്ട് വേസ്റ്റ് എന്ന് പറയുന്ന കാര്യാദികളിൽ എൻ്റെ ദൈവം പറയും, വേസ്റ്റ് എന്ന് പറഞ്ഞ് നീ ഒതുക്കിയിട്ട കാര്യങ്ങളിൽ ചില ബെസ്റ്റിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരുവാനുണ്ട്. വേസ്റ്റ് എന്ന് പറയുന്നതിൽ ചില ബെസ്റ്റ് കൈകാര്യം ചെയ്യുവാൻ ജനം ഒരുങ്ങട്ടെ. വെസ്റ്റ് എന്ന് പറയുന്ന റിലേഷനിൽ ഡേവിഡ് ബത്ശേബ, വെസ്റ്റ് എന്ന് പറയുന്ന റിലേഷനിൽ ഏറ്റവും ബെസ്റ്റ് സോളമനെ ദൈവം നൽകിയെങ്കിൽ വെസ്റ്റ് എന്ന് പറയുന്ന നിന്റെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റ് ആക്കി ദൈവം തീർക്കുവാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് ഹലോ, ഹല്ലേലൂയ. 18 മക്കളോ മറ്റോ അവനുണ്ട്, പക്ഷേ
മറ്റ് 17 കഴിയാത്തത് ഒറ്റ ചെറുക്കലിലൂടെ അവൾ നേടിയെടുത്ത്. യേശുവിൻ്റെ നാമത്തിൽ സ്കൂളിൽ ഒത്തിരി എണ്ണം ഉണ്ടെന്ന്, കോളേജിൽ ഒത്തിരി എണ്ണം ഉണ്ടെന്ന്, നിന്റെ ചെറുക്കനും ചെറുക്കിയും നിന്റെ മോനും മോളും പഠിക്കുന്ന സ്ഥലത്ത് ആയിരങ്ങളുണ്ടെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ പുസ്തകം മാർവോട് ചേർത്ത് വെച്ച് അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവകൃപയാൽ വിളിച്ചു പറയട്ടെ, 10,000ങ്ങൾക്ക് കഴിയാത്തത് നിന്റെ കുഞ്ഞിലൂടെ ദൈവം ചെയ്ത് തികയ്ക്കുന്നത് നീ കാണുവാൻ പോകുകയാണ്. യെസ് 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 യെസ്. ശലോമോന്റെ ദൈവം നിന്റെ ദൈവം, ശലോമോന്റെ ദൈവം നിന്റെ തലമുറയുടെ ദൈവം. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിക്ക, കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിക്ക. ശലോമോന്റെ കർത്താവ് സ്തോത്രം, നിന്റെ കുഞ്ഞിന്റെ ദൈവം. വിസ്ഡം 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 വിസ്ഡം. യുദ്ധകാലം കഴിയും, യുദ്ധകാലം കഴിയും. എന്നും പോരല്ല, എന്നും പോരാട്ടമല്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പോരാട്ടങ്ങൾക്കെതിരെ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന യേശുവിൻ്റെ നാമത്തിൽ എല്ലാ യുദ്ധങ്ങൾക്കെതിരെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞ് ഓ ഹല്ലേലൂയ, ഞങ്ങൾ പോരാട്ടങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. സീസൺ മാറട്ടെ. കേട്ടവർ ആമേൻ പറഞ്ഞേ. സീസൺ മാറട്ടെ. ദാവീദിന്റെ കാലം യുദ്ധകാലം, ശലോമോന്റെ കാലം സമാധാനകാലം. Oh, the government shall be upon his shoulder. His name shall be Wonderful Counselor, Mighty God, Everlasting Father and Prince of Peace. ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യ കർത്താവായ യേശുവിന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. കമോൺ, കരങ്ങളിൽ അടിച്ച് ശബ്ദമുയർത്തി. Jesus, 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 Jesus. എന്നും തിന്മയല്ല, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയാൻ സ്തോത്രം ഒറ്റ സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ചർച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത്, പുതിയ നിയമസഭയെ റെപ്രസെൻ്റ് ചെയ്ത് അവൾ ഒരു ദിവസം സിംഹാസനത്തിന് മുൻപിൽ ബെർശേബ നിന്നു. ലോങ് ഇയേഴ്സ്, 10 അവൾ സൈലൻറ്റിലായിരുന്നു. ലോങ് ഇയേഴ്സ് അവൾ സൈലൻറ്റിലായിരുന്നു. പക്ഷെ തൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ സൈലൻസിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം ഏതൊക്കെ അമ്മമാരോട് പരിശുദ്ധാത്മാ പറയുന്നു, വിട്ടുകൊടുക്കല്ല. ഒരു ഭൂതത്തിന് നിന്റെ തലമുറ വിട്ടുകൊടുക്കല്ല, വിട്ടുകൊടുക്കല്ല. ഫൈറ്റ് ഇറ്റ്, ഫൈറ്റ് 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 ഫൈറ്റ്. എത്ര വേസ്റ്റ് എന്ന് തോന്നിയാലും ഫൈറ്റ്. അതിനെ ബെസ്റ്റ് ആക്കുന്ന ഒരു ദൈവമുണ്ട്. ചതിയിലൂടെ എൻ്റെ ഭർത്താവിനെ കൊന്നവൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ചതിയിലൂടെ എൻ്റെ കുടുംബത്തെ തകർത്തവൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ പോയി വായു തുറന്ന് നമ്മൾ ഇപ്രകാരം പറഞ്ഞു, പിന്നെ നീ എന്നെ പൊളിച്ചടുക്കി എനിക്കൊരു ചെറുക്കനെ തന്നു. മറ്റേത് മരിച്ചുപോയി, ആദ്യത്തേത് മരിച്ചുപോയി, രണ്ടാമത്തെ ഒരു ചെറുക്കനെ തന്നു. അവൻ്റെ പേര് സോളമനാ. ഞാൻ വില കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. വില കൊടുത്ത് നിൽക്കുന്ന ആരെയുള്ളോ? അപ്പൻ പെന്തിക്കോസിലായതുകൊണ്ട് ഞാൻ പെന്തിക്കോസിയായെന്നല്ല, അമ്മ പെന്തിക്കോസിൽ വന്നതുകൊണ്ട് ഞാൻ പെന്തിക്കോസ്. വില കൊടുത്ത് ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വില കൊടുത്ത് ഞാൻ വില കൊടുത്താ നിൽക്കുന്നേ, ഞാൻ വില കൊടുത്താ നിൽക്കുന്നേ. ഒരു നിനക്ക് പല മക്കള് പലരിലുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ചെറുക്കൻ സോളമനെ നീ ആ സിംഹാസനത്തിൽ ഇരുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു ഇൻകംപ്ലീറ്റ് മെസ്സേജ് ആണ്. യേശുവിൻ്റെ നാമത്തിൽ ബാക്കി വീട്ടിൽ പോയി മുട്ടുമടക്കി പറ, എൻ്റെ ചെറുക്കൻ ആ സ്ഥാനത്ത് ഇരുത്തണം, എൻ്റെ കൊച്ചിന് ആ സ്ഥാനത്ത് ഇരുത്തണം, ആ പൊസിഷന് ഞാൻ കയറണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതൊരു സീസൺ അല്ല, ഇതൊരു ജനറേഷണൽ ബ്ലെസ്സിങ്ങിലേക്ക്. Come on, generational blessingിലേക്ക് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് പകൽക്കാലം കയറുകയാണ്. കണ്ണുനീർത്താഴ്വാരകൾ ജീവജലനദി ആക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. എല്ലാവരും ചേർന്ന്
കണ്ണുനീർ താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണി വീണയായി തീർക്കുമവൻ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടി കീഴിൽ നയിക്കുമവൻ സ്നേഹക്കോടി കീഴിൽ നയിക്കുമവൻ. ഇരിക്കരങ്ങളെ ഉയർത്തി യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ യേശു യേശുവേ യേശു ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെന്റൻസ് ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത ഇൻകംപ്ലീറ്റ്. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. മത്തായി എന്ന ചുങ്കക്കാരൻ അപ്പോസ്തലൻ മത്തായി സുവിശേഷം എഴുതാൻ പേന തുറന്നപ്പോ സ്വർഗത്തിലെ ദൈവം ഓർമ്മയുടെ പുസ്തകവും തുറന്നു. ആർക്കോ വേണ്ടി ഓർമ്മയുടെ പുസ്തകം ദൈവം തുറക്കുക. Come on. ഇന്നലകൾ നീ നിന്നത്, ഇന്നലകൾ നീ ഓടിയത്, ഇന്നലകൾ നീ വിശ്വസ്തതകൾ ദൈവത്തെ സേവിച്ചത് എൻ്റെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ദൈവത്തിന് അൽഷിമസ് ഇല്ല, ദൈവത്തിന് ഓർമ്മക്കുറവില്ല. ഓർമ്മയുടെ പുസ്തകം നിനക്ക് വേണ്ടി കുട്ടി, നിനക്ക് വേണ്ടി സൈലന്റ് ടിയേഴ്സ്, നിശബ്ദതയുടെ കണ്ണുനീർ പൊഴിക്കുന്ന നിനക്ക് വേണ്ടി ഓർമ്മയുടെ പുസ്തകം തുറക്കുക. 1-2 ദിവസമല്ല, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം നടന്നതല്ല. നോക്ക്, 10 നൂറ്റാണ്ട് മുമ്പ് നടന്നതാ. 1000 years back, 1000 വർഷം മുമ്പ്. മത്തായിയിൽ നിന്ന്, മത്തായി എഴുതിയ ഈ സമയത്ത് നിന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വസ്തയോടെ, ഞാൻ ശയിക്കാനുള്ളതല്ല, ഭക്ഷിക്കാനുള്ളതല്ല, കിടപ്പാനുള്ളതല്ല, എൻ്റെ നിയോഗം വേറെ ഒന്നാണെന്ന് പറഞ്ഞ് ശയിക്കാനും തിന്നാനും കുടിക്കാനും നിൽക്കാതെ കമ്മിറ്റ്മെൻ്റായി നിന്ന ഒരുത്തിന് വേണ്ടി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മാനിക്കും. ഓണറിങ് ഗ്രേസ്, കൃപ തന്ന് ഞാൻ നിന്നെ മാനിക്കും. എങ്ങനെ മാനിക്കും? പറമക്കളെ, കൃപ തന്ന് ഞാൻ നിന്നെ മാനിക്കും. അപമാനിക്കുന്ന ലോകത്ത് ഞാൻ നിന്നെ പരസ്യമായി മാനിക്കും. അപമാനിച്ചവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിച്ചു നിർത്തും. അപമാനിച്ച വായുള്ളവരുടെ വായ അടപ്പിച്ച് ഞാൻ നിന്നെ മാനിച്ചു നിർത്തും. ഇത് നിന്റെ മാന്യതയുടെ കാലമാണ്, നിന്റെ തലമുറയുടെ മാന്യതയുടെ കാലമാണ്. മേ ബി ഇവൻ യഹൂദനല്ല, യൂറോപ്യൻ സൈഡിലുള്ളവനാണ്. പക്ഷെ യൂറോപ്യൻ സൈഡിലുള്ള സ്തോത്രം അന്യജാതിയിൽപ്പെട്ട താമാർ അന്യജാതിയാണ്. പിന്നെ സ്തോത്രം രാഘവ് അന്യജാതിയാണ്. പിന്നെ പറ, രൂത്ത് അന്യജാതിയിലാണ്. പരിശുദ്ധാത്മാവ് ഓർഡർ തെറ്റിച്ചില്ല.
നാലാമത്തെ കേസ് വന്നപ്പോഴും അന്യജാതിയിൽപ്പെട്ട ഒരുത്തനെ ചേർത്ത് വെച്ച ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളെ. പലരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലെങ്കിലും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. ആഹാ, യെസ് 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 യെസ്, ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. ഊരിയാവേ, നിന്റെ സമർപ്പണം മനുഷ്യർ കണ്ടില്ല. നിന്റെ പരമാർത്ഥത വേറെ ആരും കണ്ടില്ല. ആ ലിസ്റ്റിൽ നീ പുരോഹിതനല്ലായിരിക്കാം, പ്രവാചകനല്ലായിരിക്കാം, നീ പ്രസിദ്ധനല്ലായിരിക്കാം, നീ മൈനറിൽ മൈനർ ക്യാരക്ടറാണ്, നീ ഒരു നിസാരന്മാരിൽ നിസാരനാണ്. പക്ഷെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. കമോൺ പീപ്പിൾ, കാണുന്ന ഒരു ദൈവമുണ്ട്. കാണുന്ന നോക്ക് കമ്മിറ്റഡായ ഒരു കൂട്ടം ആത്മാക്കൾ ഈ പട്ടണത്തിൽ ദൈവം എനിക്ക് സ്തോത്രം, ദൈവം തന്നതിന് ആ സ്തോത്രം. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. കൃപ തന്ന അപ്പച്ചൻ മാനിച്ചു നിർത്താൻ പോവാ. കൃപ തന്ന അപ്പച്ചൻ മാനിച്ചു നിർത്താൻ പോവാ. നോക്ക് കൃപ തന്ന അപ്പച്ചൻ മാനിച്ചു നിർത്താൻ പോവാ. കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നതൊക്കെ, ആരാധിക്കുന്നതൊക്കെ, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ കൃപ തന്ന് ദൈവം തന്നെ മാനിക്കാൻ പോവാ. അബ്ശലോം ഉണ്ടായിരുന്നു, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരെയും വേറെ സ്തോത്രം. അബ്ശലോം ഉൾപ്പെടെയുള്ള പല മക്കളുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പലരും പട്ടുപോയി, പലരും തകർക്കപ്പെട്ടു. അബ്ശലോം പോയി, വേറെ പലരും പോയി. പക്ഷെ യവൻ പൊളിഞ്ഞു പോയില്ല, യവൻ തകർന്നു പോയില്ല. ഈ അമ്മയുടെ മോൻ തകർന്നു പോയില്ല, ഈ അമ്മയുടെ മോൻ തകർന്നു പോയില്ല. കാരണം അവനെ അച്ചാറും സ്തോത്രം കിച്ചടിയും പച്ചടിയും മാത്രമല്ല കൊടുത്തേ, അവന് വേണ്ടി കുറച്ച് കണ്ണുനീര് കൂടെ ഒഴുക്കിയത് കൊണ്ട് അംലോൻ തൊലഞ്ഞതുപോലെ, അബ്ശലോം തൊലഞ്ഞതുപോലെ അവൻ തൊലഞ്ഞില്ല. മക്കൾക്ക് വേണ്ടി കരയ. എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കര, അവർ നശിക്കത്തില്ല. അനാസിംഹാസനത്തിലിരുന്ന ഓണറിങ് ഗ്രേസ്. എനിക്ക് നിങ്ങളെ പറഞ്ഞുവിടാൻ തോന്നുന്നില്ല. ഓണറിങ് ഗ്രേസ്, കൃപ തന്ന് മാനിച്ചു നിർത്താം.